ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കതിനോണം, ഈ സ്റ്റേജിലേക്ക് എത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും കൃപകൾക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ശുശ്രൂഷ നയിക്കുവാൻ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. യാതൊരു കുഴപ്പമില്ലാതെ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് ഇതൊക്കെയും റെക്കോർഡ് ചെയ്യുവാനും അനുഗ്രഹീതമായി സംപ്രേഷണം ചെയ്യുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപയാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ പുനഃനാമം മഹത്വപ്പെടുവാനും അവിടുത്തെ വചനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും അനേകർക്ക് അത് പകർന്നു കൊടുക്കുവാനും അങ്ങ് പ്രവർത്തിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേഴയിലും അങ്ങേലുമായി കൊണ്ട് സൂക്ഷ്മയപ്പാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ്റെ സെമി ഫൈനൽസിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് എത്തിയിരിക്കുന്ന പർവ്വതം ഗിലെയാദ് പർവ്വതമാണ്, 8ാമത്തെ പർവ്വതം. അത് സെമി ഫൈനൽസാണ്. നമ്മുടേതായിട്ടുള്ള ചോദ്യങ്ങളുടെ ഘടനകൾക്കൊന്നും വ്യത്യാസമില്ല. പതിവ് പോലെ ഓരോ സ്റ്റേജിനും ഉള്ള ഒരു റൗണ്ട് ചേഞ്ച് ഉണ്ട്. നിങ്ങളെല്ലാം തയ്യാറായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഘടനകൾ ഒരുപോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് പതിവ് പോലെ ഓരോരുത്തർക്കും ഓരോ ചോദ്യം, 5 മാർക്സ് പോസിറ്റീവ്, 1 മാർക്ക് നെഗറ്റീവ്. നോ ആൻസർ, നോ മാർക്സ്. ഓൾറൈറ്റ്, റൈറ്റ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം റോഷി തോമസ്. അടുത്തതായിട്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്, സ്റ്റാർട്ട്സ് ഫ്രം ജോളി. അടുത്തതായിട്ട് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട്, ബേസ്ഡ് ഓൺ ബൈബിൾ ഹിസ്റ്ററി, ക്രിസ്ത്യൻ ഹിസ്റ്ററി എക്സെട്ര. ഓരോരുത്തർക്കും ഓരോ ചോദ്യം. ശരിയായ ഉത്തരത്തിന് 5 മാർക്സ്, തെറ്റെങ്കിൽ -1. ബൈബിൾ ബമ്പർ പഴയതുപോലെ തന്നെ 5 ചോദ്യങ്ങൾ, 2 മാർക്ക് വീതം. ഓക്കെ, സോ ബസർ ക്വസ്റ്റ്യൻ. ഓക്കെ, പൊതു ചോദ്യങ്ങളാണ്. ഇന്ന് നാം ഗിലെയാദ് സ്റ്റേജിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. ഇതുവരെയും ഞാൻ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയായിരുന്നു കഴിഞ്ഞ 7 റൗണ്ടിൽ. നാളത്തെ ചോദ്യത്തോടുകൂടി ഇത് അവസാനിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ ഞാനൊരു അവസരം ഇതുവരെയും തന്നിട്ടില്ല. അങ്ങനെ ഒരു അവസരമില്ല. കാരണം ഓരോ റൗണ്ട് കഴിയുമ്പോഴും സ്റ്റേജ് കഴിയുമ്പോഴും നിങ്ങൾ പോയി ഞാൻ അടുത്ത സ്റ്റേജിൽ ഇവിടെ നിൽക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് പരസ്പരം ഒന്ന് ആശയവിനിമയം ചെയ്യുവാനോ, ആഫ്റ്റർ ഓൾ ഇതൊരു പ്രൈസ് മണിയെക്കാട്ടി കൂടുതലായിട്ട് ഞങ്ങൾ കാണുന്നത് ഇതൊരു സുവിശേഷ സംരംഭമായിട്ടാണ്. സുവിശേഷീകരണത്തിന് എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള, ദൈവവചനം എങ്ങനെ ലോകത്തിലെ നാനാ രാജ്യങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള, കർത്താവ് യേശുക്രിസ്തുവിനെ എങ്ങനെ നമുക്ക് സാക്ഷിയാക്കാമെന്നുള്ളതൊക്കെ ഉള്ള ഒരു ചിന്തനത്തിലാണ് നാം ഇപ്രകാരമുള്ള ഈ മെഗാ ബൈബിൾ റിയാലിറ്റി ഷോ നടത്തുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ശുശ്രൂഷയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, അതോടൊപ്പം തന്നെ കൂട്ടായിട്ട് നമുക്ക് എവിടെയെല്ലാം പ്രവർത്തിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിക്കാനുണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സാവകാശം ഇനി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളെല്ലാം ഇനി ഒരിക്കലും കൂട്ടി വരുത്താൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ 112 നിന്ന് ആരംഭിച്ചാണ് ഇന്ന് സെമി ഫൈനലിൽ 6 പേരായിട്ട് അവശേഷിക്കുന്നത്. നാളെ അത് 3 കുറയും. അപ്പോൾ അതിൻ്റെ കാതലായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഈ സെമി ഫൈനൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഞാനിത് ആരോടും ചോദിച്ചിട്ടില്ല.
സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, കാരണം സെമി ഫൈനൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടീംസ് ഓർ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് കം ഇൻ ദ സെമി ഫൈനൽസ്. അപ്പോൾ അതിനുള്ളൊരു സാവകാശമുണ്ട്. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, പക്ഷേ ബൈബിളിനകത്തെ കാര്യമല്ല. ബൈബിൾ എങ്ങനെ വിതരണം ചെയ്യാമെന്ന് ചോദിക്കാം, പക്ഷേ എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യമല്ല ചോദിക്കേണ്ടത്. റൈറ്റ്? നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം, എങ്ങനെ നമുക്ക് ദൈവനാമോഹത്തിനായിട്ട് കൂട്ടായിട്ട് ചിന്തിക്കാം, ഒരുപാട് കാര്യങ്ങൾ സാധ്യമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഇവിടെ അധികമായ പ്രവർത്തനങ്ങളില്ല. ഈ ശുശ്രൂഷ ന്യൂയോർക്കിൽ രജിസ്റ്റേർഡാണ്, അമേരിക്കയിൽ രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്, കാനഡയിലുണ്ട്, UK യിലുണ്ട്, വിദേശ രാജ്യങ്ങളൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയും ധാരാളമായി പ്രവർത്തിക്കുന്നു. പക്ഷേ ആ രീതിയിൽ ഇവിടെ ലോക്കൽ ചർച്ചസുമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മാത്രം. അതുകൊണ്ട് ദാറ്റ് ഈസ് യുവർ ക്വസ്റ്റ്യൻ റൗണ്ട്. 3 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാവകാശമുണ്ട്. ചോദിക്കുന്ന ചോദ്യത്തിന് ക്വാളിറ്റി ഉണ്ടാവണം, ആ ക്വാളിറ്റി അനുസരിച്ച് മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊക്കെ കഴിച്ചിട്ടും ഞങ്ങൾക്കൊരു വിജയിയെ സെമി ഫൈനലിലേക്ക് അയക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ അവസാനമായിട്ട് ഇതുവരെയും കൊണ്ടുനടന്ന ബോംബ് ആക്ടിവേറ്റ് ചെയ്യും. ആ ബോംബിൽ തീർച്ചയായിട്ടും ഞാൻ ആൻസർ കണ്ടുപിടിക്കും, അടുത്ത ആളുടെ തിരഞ്ഞെടുക്കും. അപ്പോൾ അതിനൊന്നും ഇടവരാതെ നിങ്ങൾ തന്നെ മത്സരിച്ച് പോവുക. റൈറ്റ്? സോ ദാറ്റ്സ് എ ബൈബിൾ ബോംബ് റൗണ്ട്, ദ ലാസ്റ്റ് ഇന്നെവിറ്റബിൾ റൗണ്ട് ഇഫ് ദർസ് എ ടൈം. റൈറ്റ്? അതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ ഘടന. സ്കോർ കീപ്പേഴ്സിനെ പരിചയപ്പെടുത്താം. ഈ സ്റ്റേജ് വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു മിസസ് രാജ്, എൻ്റെ പ്രിയപ്പെട്ട ഭക്തിയും കൂട്ടുവേലക്കാരിയും എന്നോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. രാജ്, ഞാൻ കർത്തനാമത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളത് മിസസ് ലീന എലിസബത്ത്. കുഞ്ഞു പ്രായം മുതൽ എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ വളർന്നാണ്. ലീനയുടെ പിതാവ് ഇതിൻ്റെ സ്ഥാപകരിൽ ഒരാൾ, 4 സ്ഥാപകരിൽ ഒരാളാണ് മിസ്റ്റർ തോമസ് വർഗീസ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം ദുബായിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ടാണ് ലീന വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കളോടൊപ്പം വളർന്നതാണ്, അപ്പോൾ എൻ്റെ ഒരു മകളെ പോലെയാണ്. സോ ഐ വെൽക്കം യു ലീന ടു ദിസ് എപ്പിസോഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. റൈറ്റ്? ഹോപ്പ് യു ഹാവ് എ ഫൈൻ ടൈം ഹിയർ. താങ്ക് യു. അടുത്തതായിട്ട് ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗിലെയാദ് പർവ്വതത്തിലെത്തിയിരിക്കുന്ന മത്സരാർത്ഥികൾ സ്വയം പരിചയപ്പെടുത്തുക. എൻ്റെ പേര് റോഷി തോമസ്. ഞാൻ അടൂർ സ്വദേശിയാണ്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് സഭാംഗമാണ്. ഒരു കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. എനിക്ക് വൈഫും ഒരു മകളുമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ പേര് ജോൺ സക്കറിയ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് നിന്ന് കടന്നു വരുന്നു. ഞാൻ ബൈബിൾ സ്കൂളിൽ ദൈവനം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. എനിക്ക് മാതാപിതാക്കളും 3 സഹോദരങ്ങളുമുണ്ട്. ഞാൻ വിവാഹിതനാണ്. എനിക്ക് ഭാര്യയും ഒരു മകളുമുണ്ട്. ഈ ക്രിസ്ത്യൻ ക്രൗൺ മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൻ്റെ സെമി ഫൈനൽ കടന്നു വരുവാൻ എന്നെ ക്ഷണിച്ച എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. താങ്ക് യു. ജോളി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോളി ജയകുമാർ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പിരപ്പൻകോട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഹസ്ബൻഡ്, 2 ആൺമക്കൾ. ഞങ്ങൾ കുടുംബമായി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷ മുഖത്തായിരിക്കുന്നു. ഇങ്ങനെ ക്രിസ്ത്യൻ ക്രൗൺ ബൈബിൾ ക്വിസിൽ ഈ സെമി ഫൈനൽ വരെ എത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഇത്ര എത്തുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എങ്കിലും ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അതെൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവമാക്കുവാനും ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനേകർക്ക് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനും ദൈവവചനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ കണ്ടെത്തി അതിൻ്റെ മഹത്വവും മനോഹരത്വവും മറ്റനേകർക്ക് ചൂണ്ടിക്കാണിക്കുവാനും തക്കവണ്ണം ഈ എളിയ ശുശ്രൂഷ മുഖാന്തരം ഒരുക്കുമെങ്കിൽ ഞങ്ങൾ ധന്യരായി. അപ്രകാരം കർത്താവ് അവസരം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. First question goes to Mr. Roshi Thomas. യുദ്ധത്തിൽ തോറ്റപ്പോൾ തനിക്ക് ശേഷം വാഴുവാനുള്ള ആദ്യജാതനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം അർപ്പിച്ച രാജാവ് ആരായിരുന്നു? മോവാബ് രാജാവ്. മോവാബ് രാജാവായിരുന്നു. രാജാവിൻ്റെ പേരറിയാമോ? മേശ്. രാജാവിൻ്റെ പേരവിടെ പറഞ്ഞിട്ടില്ല. 2 രാജാക്കന്മാർ 3:27. റൈറ്റ്. 5 marks for Mr. Roshi Thomas. So, the second question goes to Mr. John Zachariah. ദാവീദിനെതിരായി തിരിഞ്ഞ വിശ്വസ്തനായ
ഒരുവൻ്റെ ആലോചനയെ ദൈവം പരാജയപ്പെടുത്തിയപ്പോൾ അയാൾ തൂങ്ങി മരിച്ചു. എന്താണ് അയാളുടെ പേര്? അഹീതോഫേൽ. ഉത്തരം വളരെ ശരിയാണ്, അഹീതോഫേൽ. അബ്ശാലോമിൻ്റെ കൂടെ ചേർന്ന് ദാവീദിനെ ഒറ്റിക്കൊടുത്തു. ആ പശ്ചാത്തലത്തിൽ ദൈവം അവൻ്റെ ആലോചന തകർത്ത് അവസാനം അഹീതോഫേൽ കെട്ടിച്ചാന്ന് ചാവുകയായിരുന്നു. യെസ്, 5 marks for John Zachariah. And third question is for ജോളി ജയകുമാർ. വിശുദ്ധ ബൈബിളിൽ ഏറ്റവും അധികം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീ ഏത്? എത്ര പ്രാവശ്യം? മഗ്ദലിന മറിയ. പറഞ്ഞു. മഗ്ദലിന മറിയ. അല്ല, മഗ്ദല മറിയം എന്നാണ് ജോളി പറഞ്ഞത്. ആ ഉത്തരം ശരിയല്ല. അടുത്ത ചാൻസ് ഉള്ളത് റോഷി തോമസിനാണ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് പറയാം. പാസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സാർ ജോൺ സക്കറിയ സാർ പറഞ്ഞാട്ട് പാസ്സാണ് പറയുന്നത്. സാറയാണ് 56 പ്രാവശ്യം പ്രതിപാദിച്ചിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ -1 mark for ജോളി ജയകുമാർ. That ends the Old Testament round. Will you please give the marks card? Mr. Roshi Thomas 5 marks, Mr. John Zachariah 5 marks, and Mrs. Jolie Jaykumar -1. So now we go to the next round, that is the New Testament round. ജോളിയിൽ നിന്ന് ആരംഭിക്കുന്നു. ദൈവം പൂർവ്വകാലത്ത് നമ്മുടെ പിതാക്കന്മാരോട് ഭാഗമായി വിവിധ മാർഗങ്ങളിലൂടെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. വിശുദ്ധ ബൈബിളിലെ ഏത് പുസ്തകത്തിലെ ആദ്യ വാക്യമാണിത്? എബ്രായർ. Exactly, 5 marks for Jolly Jayakumar. Right? Very good. Now the second one. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ആരോട് എവിടെ വെച്ച് പറയുന്നു? കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു യോഹന്നാനോട് പത്മോസ് ദ്വീപിൽ വെച്ച് പറയുന്നു. Exactly the right answer. 5 marks for John Zachariah. Third question to Mr. Roshi Thomas in the second round. That's a New Testament round. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടും മൂലക്കല്ലായി തീർന്ന കല്ല് അവൻ തന്നെ. ആരോട് പറയുന്നു? Pass. The next chance is for Jolly. പത്രോസ് ഇസ്രായേൽ മക്കളോട്. പത്രോസ് ഇസ്രായേൽ മക്കളോട് പറയുന്നു. പുതിയ നിയമസം പത്രോസിന്റെ പ്രസംഗത്തിൽ പ്രസംഗം കേൾക്കാൻ വന്നവരോട് പറയുന്നു. പത്രോസാണ് പറയുന്നത്. റൈറ്റ്, പത്രോസാണ് പറയുന്നത് എന്ന് പറയുന്നത് കൊണ്ട് ആ ഉത്തരം ശരിയാണ്. പത്രോസാണ് പറയുന്നത്. പക്ഷേ പറയുന്നത് ഇസ്രായേൽ മക്കളോടല്ല എന്നുള്ളത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് മാർക്ക് ഞാൻ തരാം. മാർക്ക് ജസ്റ്റ് വെയിറ്റ്. യെസ് സർ. പെന്തക്കോസ്ത് നാളിൽ കൂടി വന്ന പുരുഷാരത്തോട് പറയുന്നതാണ്. യെസ്, വെരി ഗുഡ്. സോ യു ഗെറ്റ് -1 mark for giving me the wrong answer. പത്രോസ് എന്നുള്ളത് ശരിയാണ്. സോ യു ഗെറ്റ് 1 mark for that. പത്രോസ് ന്യായാധിപ സംഘത്തോടാണ് പറയുന്നത്, ഇസ്രായേൽ മക്കളോടല്ല, പെന്തക്കോസ്ത് നാളിലുള്ള സഭയോടല്ല. ന്യായാധിപ സംഘം ആ മുടന്തനെ സൗഖ്യമാക്കിയത് കാരണം അവനെ പിടിച്ചു. അങ്ങനെ പോകുമ്പോൾ ആ ന്യായാധിപ സംഘത്തോടാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 11-ാം വാക്യം. ഓക്കെ ജോളി, എഴുതി വെച്ചു, നോ പ്രോബ്ലം. അതിനല്ലേ ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. സോ വി വെയിറ്റ് ഫോർ ദ സ്കോർ. പ്ലീസ് അനൗൺസ് ദ സ്കോർ, മിസസ് ലീന. Roshi Thomas, no marks. Roshi Thomas gets no marks. John Zachariah, 4. Yes, John Zachariah gets 4 marks. And Jolly Jaykumar, 6. And Jolly Jaykumar gets 6 marks. Is that fine? All right. And the next is the Christian focus round. This starts with John Zachariah. എനിക്ക് ഒരു പൊതു ഉത്തരവല്ല ആവശ്യം. കൃത്യമായും വ്യക്തമായും ഞാൻ പറഞ്ഞത് സാറിന് അറിയാമല്ലോ. 1-ാം യെരുശലേം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന്
ഉച്ചത്തിൽ പാടിയപ്പോൾ എന്ത് സംഭവിച്ചു? മേഘം കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് കൂടാരത്തിൽ നിറഞ്ഞു. Right. That's only a partial answer. So you get, you give the clue for them. 1.5 marks for John Zakaria. And the next question is to Jolly Jayakumar. എൻ്റെ ബാക്കി വല്ലതും ചേർക്കാറുണ്ടോ? ആലയം പുക കൊണ്ട് മൂടിയതുകൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല. That's important. ആലയം മേഘം എന്തുകൊണ്ട് മൂടി? മേഘം മേഘം, പുക എന്നൊരു വാക്യം കേട്ടു. പറഞ്ഞോ? മേഘം കൊണ്ട് മൂടി. മേഘമല്ല മൂടിയത്. മേഘം മൂടി, പക്ഷെ മേഘം കൊണ്ട് മൂടുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിനാൽ ആലയം നിറഞ്ഞു. പുകയും തേജസ്സും തമ്മിൽ രണ്ട് അല്ലേ? ആണോ? ആണ്. അതിനകത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്നത് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം തേജസ് കൊണ്ട് ആലയം മൂടി. മേഘം മൂടി, പക്ഷേ ദേ ക്യാൻ സ്റ്റിൽ ഡു. പക്ഷേങ്കിൽ തേജസ് കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് അതിൻ്റെ മർമ്മം. ഓക്കെ സാർ, അത് 1.5 മാർക്ക്. അപ്പോൾ ജോളി ആ മർമ്മം കണ്ടുപിടിച്ചു. ഇത്രയും കേട്ടപ്പോൾ മനസ്സിലായി. പിന്നെ പുകയാണെന്നുള്ളത് ഒരു നാക്ക് തെറ്റി പറഞ്ഞു, സാരമില്ല. റെഫറൻസ് എഴുതിയെടുത്തു. 2 Chronicles 5:13 and 14. അവിടെ പുകയുണ്ടോ എന്ന് വ്യക്തമായിട്ട് ഒന്നുകൂടെ പരിശോധിച്ച് നോക്കാം. റൈറ്റ്. സോ ഷീ ഗെറ്റ്സ് 2 മാർക്സ്. കാരണം 3 മാർക്കിൽ 1 മാർക്ക് കുറയുമല്ലോ. സെക്കൻഡ് ആൻസർ അല്ലേ? ഓൾറൈറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു ജോളി ഇറ്റ്സെൽഫ്. ഓൾറൈറ്റ്, റെഡിയാണോ? സഹോദരന്മാർ എന്ന പദം അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകത്തിൽ എത്ര പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? പാസ്. യെസ് മിസ്റ്റർ റോഷി തോമസ് പ്രൊഫസർ. പാസ്. പാസ്സാണോ? സാറെ പഠിപ്പിക്കുമോ? പാസ്. 200 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. റൈറ്റ്. സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ ടു റോഷി തോമസ്. റൈറ്റ്. ആദ്യമായി സുവിശേഷങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഏത് ഭാഷയിൽ നിന്നാണ്? സുറിയാനി ഭാഷ. Exactly the right answer. 5 marks goes for Roshi Thomas. That brings us to the close of the Christian focus round. Will you please announce the marks? Mr. Roshi Thomas, 5 marks. Mr. Roshi Thomas gets 5 marks. Mr. John Zakaria, 1.5. Mr. John Zakaria gets 1.5 marks. And Mrs. Jolly Jayakumar, 2 marks. And Jolly Jacoba gets 2 marks. Good. Now shall I go to the Bible bumper round? Yes. All right. Ready? നയമാൻ വിശേഷിപ്പിക്കുന്ന അബാന പർപ്പർ എന്നത് എന്താണ്? ദമ്മശേക്കിലെ നദികൾ. Yes, exactly the right answer. 2 marks for Jolly Jayakumar. ദമ്മശേക്കിലെ നദികളാണ് അബാന പർപ്പർ. നയമാൻ ചോദിക്കുന്നത് ഇസ്രായേലിലെ നദികളെക്കാൾ അത് ശ്രേഷ്ഠമാണ്. Am I right? Right. The second question. ഹിദ്ദേക്കൽ നദി എങ്ങോട്ടൊഴുകുന്നു? അശൂരിന് കിഴക്ക്. Correct. Right answer. 2 marks for Jolly Jayakumar. Right answer. നിങ്ങൾക്ക് സാറിനും അറിയാം, പക്ഷേ പ്രസ്സിംഗ് ആണ്. ജോളി പ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റൈറ്റ്. റെഡി റോഷി? ശലോമോൻ ഞാൻ പറഞ്ഞു. ഓക്കെ, യു ഹാവ് ബൗണ്ട് ടു ആൻസർ. അതിന് ധൈര്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനങ്ങളും എത്ര വർഷം കൊണ്ടാണ് പണിതത്? ആലയം 7 വർഷവും രാജധാനി 13 വർഷവും. അപ്പോൾ എത്ര വർഷമായി? 20 വർഷം. അതുകൊണ്ട് ശരിയാണ്. സോ 2 marks again for Jolly. ഇപ്പം മനസ്സിലായോ? ചോദിക്കുന്നതിന് മുമ്പേ പോയാൽ -1 കിട്ടത്തുള്ളൂ. ഇപ്പം 3 ക്വസ്റ്റ്യൻ ആയപ്പോൾ എത്ര മാർക്ക്? അതാണ് ജോളിയുടെ കണക്ക്. റൈറ്റ്. സോ ദാറ്റ്സ് എ വെരി ഇൻ്റലിജൻറ്റ് വേ ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ക്വിസ്. ഇത് ചുമ്മാ ബെല്ലടിച്ച് കഴിഞ്ഞാൽ വശക്കേടാവും. ഇറ്റ്സ് എ വെരി ഷാർപ്പ് ക്വസ്റ്റ്യൻ. ആദാമാണോ ഏനോഷാണോ കൂടുതൽ കാലം ജീവിച്ചിരുന്നത്? ജയിക്കാൻ പറ്റത്തില്ല, ഇവിടെ പുള്ളിക്കാരൻ ജയിക്കും. യെസ് മിസ്റ്റർ റോഷി. ആദാം കൂടുതൽ കാലം ജീവിച്ചിരുന്നു. ഉറപ്പാണ്? അതെ, ഉറപ്പാണ്. ഉറപ്പായിട്ട് 2 മാർക്ക് താങ്കൾക്ക് കിട്ടും. റൈറ്റ്. 2 marks for റോഷി തോമസ്. ആദാം 930 വർഷം ജീവിച്ചിരുന്നു. ഏനോഷ് 905. റൈറ്റ്.
എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു. ഒരമ്മ, അത് കണ്ടോ ജോളി ഒരമ്മയെന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്കിനി വേദപുസ്തകത്തിൽ 1959 അദ്ദേഹത്തിൽ എന്ത് വേണം എനിക്ക് കറക്കി ചോദിക്കാം, പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഒരമ്മ തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുത്ത വചനങ്ങൾ, സദൃശവാക്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ആ മകൻ ആരാണ്? ലെമുവേൽ രാജാവ്. Exactly the right answer. She gets 2 marks for that. That brings us to the close of the Bible bumper round. Will you please give the scorecard, Mrs. Leader? For Roshi Thomas, Yes, 2. for 2 marks for Roshi Thomas. Yes. For John Scaria, no marks. John Zachariah gets no marks. It's very difficult in pressing the buzzer. And for Jolly Jayakumar, 8 marks. Jolly Jayakumar 8 marks. യുവർ ക്വസ്റ്റ്യൻ റൗണ്ടാണ്. നിങ്ങൾ ചോദ്യം തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്നെ ചോദ്യം ഏൽപ്പിക്കുക. ആദ്യമേ റോഷി തോമസ് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. സോ ഈ ചോദ്യങ്ങൾ നമ്മുടെ മത്സരാർത്ഥികൾക്ക് 112 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ അനേകം അപേക്ഷകളിൽ നിന്ന് മത്സരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 18 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള അപേക്ഷകരുടെ ഒരു വലിയ പ്രവാഹം ഉണ്ടായിരുന്നു. അവയിൽ നിന്ന് നാം തിരഞ്ഞെടുത്തത് 112 പേരാണ്. ആ 112 പേരിൽ ഇന്ന് ഗിലെയാദ് പർവ്വതത്തിൽ എത്തിയിരിക്കുന്നത് 6 പേരാണ്. അതിൽ ആദ്യത്തെ 3 പേരാണ് നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത്, ദ ഫസ്റ്റ് റൗണ്ട്. സോ അതിൽ മിസ്റ്റർ റോഷി തോമസിനാണ് ഇപ്പോൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. ദാറ്റ് ഈസ് യുവർ ക്വസ്റ്റ്യൻ റൗണ്ട്. റൈറ്റ് മിസ്റ്റർ റോഷി തോമസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം, ആത്മീയ മേഖലയിൽ പലതരത്തിലുള്ള ശുശ്രൂഷകളുണ്ട്. എന്നാൽ അതിൽ ഒത്തിരി പ്രതിസന്ധി നേരിടുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ട്രാൻസ്ലേഷൻ, ബൈബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. കാരണം എൻ്റെ പല സുഹൃത്തുക്കളും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്കറിയാം. മറ്റ് സ്ഥലങ്ങളിൽ പോയി അവരുമായിട്ട് ഒരുമിച്ച് താമസിച്ച് അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒത്തിരി ബുദ്ധിമുട്ടിയാലേ ഈ ഒരു ശുശ്രൂഷ ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു ശുശ്രൂഷയല്ല. അപ്പോൾ ആ ഒരു ശുശ്രൂഷയിലേക്ക് സാറ് വരാനുണ്ടായ സാഹചര്യം പറയാം. ലോകത്തിൽ 7137 ഭാഷകളുണ്ട്. അവയിൽ ദൈവവചനം പൂർണ്ണമായും ബൈബിൾ സമ്പൂർണ്ണമായും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് 1000 ഭാഷകളിൽ മാത്രമാണ്. പുതിയ നിയമം പരിഭാഷപ്പെടുത്തിയിരിക്കുമ്പോൾ അത് ഏതാണ്ട് 2000-നടുത്ത് ഉള്ള ഭാഷകളിലാണ്. വേദപുസ്തകത്തിൻ്റെ ശകലങ്ങൾ, ഒരധ്യായം, ചില വാക്യങ്ങൾ മുതലായവ എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ ഏതാണ്ട് 1000 ഭാഷകളുണ്ട്. അപ്പോൾ ഈ 7137 ഭാഷകളുള്ള ഈ ലോകത്ത് ദൈവവചനം എത്തപ്പെട്ടിരിക്കുന്നത് അങ്ങേയറ്റം 4000 ഭാഷയിൽ പറയാൻ പറ്റില്ല, 3000-3500 ഭാഷകളിലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ചിന്തിക്കേണ്ടത് ക്രൈസ്തവ സഭകളും ശുശ്രൂഷകളുമാണ്. അവരും ഇങ്ങനൊരു മേഖലയിലേക്ക് അവർ ചിന്തിക്കുന്നില്ല. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ പരിഭാഷയുടേതായിട്ടുള്ള ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരം ഒരുക്കിയത്. കാരണം ഞാൻ മാനന്തവാടിയിൽ നമ്മുടെ ഗോസ്പൽ ഫെസ്റ്റിവൽ നടത്തുകയാണ്. ഗോസ്പൽ ഫെസ്റ്റിവൽ നടത്തുന്നത് വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ അതിൻ്റെ പ്രൊമോഷനായിട്ട് ഗോസ്പൽ ഫെസ്റ്റിവൽ മാനന്തവാടിയിൽ നടന്നു. ഇതിൻ്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സഹോദരൻ വന്ന് കരഞ്ഞുകൊണ്ട് എന്നോട് പറയുന്നത്, സാറേ, ഞങ്ങളുടെ ഭാഷയിൽ ഒരു ബൈബിളില്ല, ദൈവവചനത്തിൻ്റെ ഒരു പുസ്തകവുമില്ല, ഞങ്ങൾ വിശ്വാസികളായിട്ട് കുറച്ച് പേരേ ഉള്ളൂ, ഞങ്ങൾക്കൊരു ബൈബിൾ ഉണ്ടാക്കി തരണം. അപ്പം ഞാൻ ചോദിച്ചു, താങ്കളുടെ ഭാഷ ഏതാണ്? പണിയാ ഭാഷയാണ്. എത്ര വിശ്വാസികളുണ്ട്? 10,500 വിശ്വാസികൾ കാണും. അതൊരു ഗോത്രമാണ്. ഏതാണ്ട് 2 ലക്ഷത്തിലധികം ജനങ്ങളുള്ളൊരു ഗോത്രമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആ ഭാഷയെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ലിപികളില്ലാത്ത ഭാഷയാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലുള്ള മൂപ്പന്മാരെയൊക്കെ വിളിച്ചു. ഇത് എങ്ങനെ ഇത്
ഇവർക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കുക, ലിപികളില്ലാത്ത ഒരു ഭാഷ. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കട്ടെ, പറയാമെന്ന് പറഞ്ഞ് ഞാൻ വന്നു. ഞാൻ അതിനെക്കുറിച്ച് പഠനം നടത്തി. അപ്പോൾ ലിപികളില്ലാത്ത ഒരു ഭാഷയ്ക്ക് ദൈവത്തിൻ്റെ വചനം നൽകണമെങ്കിൽ 15 മുതൽ 18 വർഷം വരെ സമയമെടുക്കും. കാരണം ബൈബിൾ സൊസൈറ്റിയെ ബന്ധപ്പെട്ടു അവരിങ്ങനെ ലിപികളുണ്ടാക്കി പല ഗോത്രങ്ങൾക്കും ബൈബിൾ ആദ്യമേ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരത് നിർത്തിവെച്ചു. ഞാനിതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഒരു ഭാഷയ്ക്ക് അല്ലെങ്കിൽ രൂപം കൊടുക്കണമെങ്കിൽ ലിപികൾ ഉണ്ടാക്കണം, വ്യാകരണം ഉണ്ടാകണം. പിന്നീട് അത് ഒരു 6 ഗ്രൂപ്പ്സിനെ പഠിപ്പിക്കണം. 5-6 വയസ്സുള്ളവരെ പഠിപ്പിക്കണം, 10 തൊട്ട് 15 വയസ്സുള്ളവരെ പഠിപ്പിക്കണം, 20 മുതൽ 25 വയസ്സുള്ളവരെ പഠിപ്പിക്കണം. അങ്ങനെ വിവിധ ഏജ് ഗ്രൂപ്പ്സിലുള്ളവരെ ഈ ഭാഷ പഠിപ്പിക്കണം. കാരണം പുതിയ ലിപിയും പുതിയ കാര്യമാണ് വായിക്കുവാൻ. അങ്ങനെ പഠിപ്പിച്ചു വരുമ്പോൾ 10-15 വർഷം എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ ഈ വിശ്വാസത്തിലേക്ക് വന്ന സഹോദരങ്ങളൊക്കെ ഒരുപക്ഷെ മൺമറഞ്ഞു പോകും. അവരുടെ തലമുറകൾക്ക് ഇതിൽ യാതൊരു താല്പര്യവുമില്ലാത്ത അവസ്ഥയാകും. അങ്ങനെ വരുമ്പോൾ ഇവർ പരിഭാഷപ്പെടുത്തിയ ബൈബിളുകൾ പലയിടത്തും കെട്ടിക്കിടക്കുകയാണെന്ന് അതിൻ്റെ ഔദ്യോഗികമായിട്ട് എന്നോട് പറയുകയുണ്ടായി. അങ്ങനൊരു കാര്യത്തിന് പരിശ്രമിക്കേണ്ട, കാരണം ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇന്ത്യയുടെ പ്രത്യേകമായ സാഹചര്യം അനുസരിച്ച് ആര് ഏത് സ്റ്റേറ്റിൽ പാർക്കുന്നുവെങ്കിലും അവർ ആ സ്റ്റേറ്റിൻ്റെ ഭാഷ കമ്പൽസറി ആയിട്ട് പഠിക്കണം. ആ സ്റ്റേറ്റിൻ്റെ ഭാഷ കമ്പൽസറി ആയിട്ട് പഠിക്കുമ്പോൾ ഏതാണ്ട് ഒരു 20% സാക്ഷരത പഠിക്കുന്ന ഗോത്രത്തിനോ അല്ലെങ്കിൽ പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇവരുടെ സാക്ഷരത സാധാരണഗതിയിൽ സാക്ഷരത പറയാൻ സാധ്യമല്ല, കാരണം സംസാര ഭാഷയാണ്. അപ്പോൾ ആ സംസാര ഭാഷയ്ക്ക് സാക്ഷരത പറയാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ കേരളത്തിൽ താമസിക്കുന്നവർക്ക് മലയാള ഭാഷ അവർ സ്കൂളിൽ പോകുന്ന 4ാം ക്ലാസ് വരെ പഠിച്ചു. അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളിൻ്റെ ഭാഷയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഭാഷയാണ്. മനസ്സിലാക്കണമെങ്കിൽ പത്രഭാഷയാണ് ആവശ്യമായിരിക്കുന്നത്. ലോകത്തിലെ മൊത്തമായിട്ടുള്ള ഒരു തത്വമാണ്. അത്രമാത്രം ലളിതമായിരിക്കണം നമ്മുടെ ബൈബിൾ പരിഭാഷ. ഇറ്റ് ഷുഡ് ബി ആസ് സിമ്പിൾ ആസ് എ ലാംഗ്വേജ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്. കാരണം എല്ലാവരും ഒരുപോലെ വായിച്ച് മനസ്സിലാക്കുന്നതാണ് പത്രം. അപ്പം പത്രക്കാരെപ്പോഴും ശ്രദ്ധിക്കുന്നത് വലിയ സാഹിത്യത്തിലല്ല പത്രം അച്ചടിക്കുന്നത്, ഏറ്റവും ലളിതമായ ഭാഷയാണ്. അപ്പോൾ അങ്ങനെ ലളിതമായ രീതിയിൽ ഉള്ള ഭാഷയാണ് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ 4ാം ക്ലാസ് പഠിച്ചവർക്കും പത്രം വായിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഭാഷയിലേക്ക് ആ രീതിയിൽ ഇറങ്ങണം. അതുകൊണ്ട് ചെയ്തതെന്തെന്ന് ചോദിച്ചാൽ, ഇത് മലയാളം ഇവർക്കറിയാം. ഈ പർട്ടിക്കുലർ ട്രൈബ്, പണിയാർ ബൈബിളുണ്ടോ എന്ന് എനിക്കറിഞ്ഞു. തെയ്യാം പഞ്ചായത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായ കഥ എന്നാണത് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് എച്ചിന് എഴുത്തായി നല്ല കാര്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതാണത്. ആദ്യമേ നമുക്ക് കൊടുക്കുന്ന ഒരു സുവിശേഷമാണ്. അപ്പോൾ ഇത് അവരുടെ മൂപ്പന്മാരുമായിട്ടിരുന്ന് ഇത് ഓരോ വാക്യമായിട്ട് എന്താ പറയുന്നത് എക്സാക്റ്റ്ലായിട്ട് നിങ്ങളുടെ ഭാഷയെ പറയുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. വ്യാകരണവും ലിപികളും ഇല്ലാത്തത് കൊണ്ട് ഇവർ പല സ്ഥലങ്ങളിൽ ഒരേ വാക്ക് പലതായിട്ടാവുന്നത്. വെള്ളം എന്നുള്ളതിനൊരു കോമൺ വാക്കില്ല. അത് മാനന്തവാടിയിൽ വള്ളം എന്നാണെങ്കിൽ തിരുവനന്തപുരത്ത് വെള്ളി എന്നായിരിക്കും. കാരണം ഒരു വ്യാകരണമുള്ള ഭാഷയ്ക്ക് മാത്രമേ ഭാഷയെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ഡിസ്പേഴ്സ്ഡാണ്. അതൊരു കാര്യം. അപ്പോൾ ഒന്നാമതായിട്ട് ഒരു ഏകീകൃത ഭാഷ വേണം എല്ലാവരും മനസ്സിലാക്കത്തത്. അതൊന്നാമത്തെ കാര്യം. അത് ഇവരുടെ അവിടെ വലിയ അഭ്യസ്തവിദ്യരായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും SLC പാസ്സായവരും അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കുറച്ച് പേര് കാണും. അങ്ങനെയുള്ളവരെ വിളിച്ചിട്ട് നമ്മൾ പ്രകാരം ഒരു ക്രമീകരണം എങ്ങനെയാണ് ഇത് പരിഭാഷപ്പെടുന്നത്, അതൊരു ലൗകികമായ കാര്യമാണ്. പക്ഷേ റോഷി ചോദിച്ച ചോദ്യം, അതിന് 2 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നാം അവിടെ ചെന്ന് വേറെ ഒരു മതപരിവർത്തനം ഒന്നും നടക്കുന്നില്ല. നമ്മുടെ വിശ്വാസികൾ, അതായത് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവർക്കാണ് ഇത് കൊടുക്കുന്നത്. അത് കൊടുക്കുവാനായിട്ട് ചെല്ലുമ്പോൾ ഒരുപാട് പ്രതിബന്ധം, ദൈവവചനം കൊടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രതികൂലം സഹിക്കേണ്ടി വരുന്നത്. കാരണം പിശാച് ദൈവത്തിൻ്റെ വചനത്തെ ഉറക്കുന്നു, അവനെ വെട്ടുന്ന വാളാണ്. കാരണം ഇവരൊക്കെയും ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാത്ത ഒരു വലിയ സമൂഹം ആകെ ഉള്ളതെന്ന് പറയുമ്പോൾ 2-3 ലക്ഷം പേരിൽ 10,000 പേരായിരിക്കും വിശ്വാസികളായിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഇരുട്ടിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത്. വളരെയധികം ഉപവാസത്തോടും പ്രാർത്ഥനയോടും മാത്രമേ വചനം തൊടാൻ പറ്റുള്ളൂ. വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ
അപ്രകാരമുള്ള ഇതൊരു ഞാൻ നയിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. അപ്പോൾ ആ ഉപവാസ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് പിശാച് ഏറ്റവും വെറുക്കുന്ന ദൈവവചനത്തെ ഓരോ ഗോത്രങ്ങളിൽ എത്തിക്കുന്നത്. മനസ്സിലായി? അത് നമ്മൾ സൗജന്യമായിട്ടാണ് അവിടെ കൊടുക്കുന്നത്. അവരത് വായിച്ചു, ലൂക്കോസിൻ്റെ സുവിശേഷം വായിച്ചവർക്ക് പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ പുതിയ നിയമമാണ് കൊടുക്കുന്നത്. പഴയ ഭാഷയിൽ പുതിയ നിയമമുണ്ട്. ചില ഗോത്രങ്ങൾ നാം ചെന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ ലൂക്കോസിൻ്റെ സുവിശേഷമോ മർക്കോസിൻ്റെ സുവിശേഷമോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ഒരു റെസ്പോൺസ് ഇല്ല. കാരണം നമ്മളവിടെ സുവിശേഷകരെ അയക്കുകയൊന്നും ചെയ്യുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ ദാസന്മാർ പ്രവർത്തിക്കുന്നുണ്ട്, സാധുക്കളായ മനുഷ്യർ. അവരെ ഏൽപ്പിക്കുക, അവർ സൗജന്യമായിട്ട് അവിടെ കൊടുക്കുക. നമുക്ക് വേറെ യാതൊരു കാര്യങ്ങളില്ല. അവർക്ക് ദൈവവചനം പഠിക്കാനും പഠിപ്പിക്കാനും, കാരണം ക്രിസ്തീയ സഹോദരങ്ങൾക്ക് അത് ചെയ്യാൻ തക്കവണ്ണമാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി. മനസ്സിലായി? എന്തെങ്കിലും സംശയം ഉണ്ടോ അതിനെക്കുറിച്ച്? ഏറ്റവും പ്രയാസമുള്ള ഒരു ശുശ്രൂഷ ദൈവവചനം നൽകുക എന്നുള്ളത്. പൊതുവായിട്ട് ലോകത്ത് എന്ത് ചെയ്താലും അതിന് മറ്റൊരാൾ ചെയ്തതിനെ ബ്രേക്ക് ചെയ്യുമ്പം നമ്മൾ ഗിന്നസ് റെക്കോർഡൊക്കെ നേടാറുണ്ട്. ആത്മീയ ലോകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേഖലയിൽ സാറ് ചെയ്ത ഈ ഒരു മ്യൂസിയം, അത് ഒരു അത്ഭുതമായ സംഭവമാണ്. അപ്പോൾ അതിലേക്ക് സാർ തിരിയാനും അല്ലെ അതിന് ലഭിച്ച ബഹുമതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. മ്യൂസിയം ചെയ്യാന്ന് പറഞ്ഞത് അതൊരു വലിയ ഒരു ആത്മീയ യാത്രയിലെ വലിയൊരു ദർശനമാണ്. വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വില കൊടുത്ത് വാങ്ങിയതാണ്. നീണ്ട യാത്രകളിൽ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ ഉപവാസ പ്രാർത്ഥന നയിക്കുമ്പോഴൊക്കെയും പോകുന്നു. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു വ്യക്തി അതിന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയുടെ ഒത്താശയാണ്. കാരണം സാമ്പത്തികമായ ഒരു വലിയ ബാധ്യത അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ എല്ലാ പത്നിമാരും അല്ലെങ്കിൽ ഭാര്യമാരും ഈ മ്യൂസിയം കാണാനോ മ്യൂസിയം ഉണ്ടാക്കാമെന്നുള്ള സ്വപ്നത്തിൽ കാശ് ചെലവാക്കാൻ സമ്മതിക്കുകയില്ല. കാരണം അവരുടെ മക്കൾക്കൊരു സുരക്ഷിതത്വം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. തന്നെയല്ല, മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് ഉണ്ടാകുന്ന കാര്യമല്ല. 28 വർഷത്തെ കളക്ഷനാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ എന്നോടൊപ്പം പ്രവർത്തിക്കുക മാത്രമല്ല, ഇതെല്ലാം കളക്ട് ചെയ്യുക, എല്ലാം കളക്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ ഭാര്യമാരുടെ സപ്പോർട്ടാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അതില്ലെങ്കിൽ ഒരു മ്യൂസിയം പോയിട്ട് ഒന്നും നടക്കുകയില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തേത്, നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രാർത്ഥന. നമ്മൾ ഓരോ രാജ്യത്ത് പോകും പ്രാർത്ഥിക്കും, കർത്താവ് മറഞ്ഞു കിടക്കുന്ന നിക്ഷേപം കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കും. അപ്പോഴാണ് വളരെ യാദൃച്ഛികമായിട്ട് പലതും കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ദൈവവചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ രാജ്യത്തിന് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങളിലൂടെ കുറയുകയും ക്രിസ്തു മതം കുറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാകണമെന്ന് കാണണം. നമ്മുടെ വചനം ദൈവവചനം എഴുതിയിരിക്കുന്നത് ഓരോന്നും യാഥാർത്ഥ്യമാണെന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം കഴിയണം. അപ്പോൾ അതൊരാഗ്രഹമായിരുന്നു. പാക്ക് ചെയ്തിട്ട് ഏതാണ്ട് 25 വർഷം ഇത് സൂക്ഷിച്ച്, ഓരോ ബോക്സ് സൂക്ഷിച്ച് എൻ്റെ ന്യൂയോർക്കിലെ ഭവനത്തിലും തിരുവനന്തപുരത്തെ ഭവനത്തിലും ദേവാലയങ്ങളിലൊക്കെ ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഇതെല്ലാം 4 വർഷം മുമ്പാണ് എല്ലാം ഇവിടെ കളക്ട് ചെയ്തത്. അപ്പോഴത്തേക്ക് ഇത് എത്രയോ വർഷം മുമ്പ് സൂക്ഷിച്ചിരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ പ്ലാൻ അനുസരിച്ചാണ് ഈ മ്യൂസിയം മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ സമയത്ത് ചേർത്ത് ആഡ് ചെയ്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു മ്യൂസിയം ക്യൂറേറ്ററെ വെച്ചിട്ടില്ല. മ്യൂസിയത്തിൻ്റേതായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ പോയി അവരുടെ എല്ലാ മ്യൂസിയം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ ആരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്തു. പക്ഷേങ്കിൽ ഇപ്രകാരം ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച മ്യൂസിയമാണ്. കാരണം ഇന്നിപ്പോൾ ഞാനിവിടെ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾക്കും എല്ലാം പരിശോധിച്ച് നോക്കാം. ഒരുപാട് കണ്ടുപിടിക്കാനുള്ള ഗൂഗിൾ അതുപോലെ ഒരുപാട് സെർച്ച് എൻജിൻസ് ഉണ്ട്, കണ്ടുപിടിക്കാം. ഇതിന് സമാനമായ ഒരു മ്യൂസിയം ലോകത്തിൽ ഇല്ല. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഇതിനെ നല്ലതാണെന്ന് പറയുവാനോ അപ്രീഷിയേറ്റ് ചെയ്യാനോ ഒരു അവസരം ആരും എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഭാരപ്പെടുന്ന വിഷയമല്ല. കാരണം അനേക സാധാരണക്കാർ സഭാ വ്യത്യാസമില്ലാതെ അനേകർ വന്ന് കാണുകയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വലിയ അനുഭവം എനിക്കുണ്ട്. കർത്താവേ, ഇതിനെ അനുഗ്രഹിക്കണം, അനേകർക്ക് ഇത് വെളിച്ചമായിട്ട് തീരണം. കാരണം ഇവിടെ വേറെ യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇതിനൊരു അവാർഡോ റിവാർഡോ ഒന്നുമില്ല. ഞാനിതിൻ്റെ ഒരു അവാർഡിന് വേണ്ടിയിട്ട് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പോയിട്ടുമില്ല. എൻ്റെ റെക്കോർഡ് എന്തായാലും അവിടെ ഒരു റെക്കോർഡുണ്ട്. ആ റെക്കോർഡിനെ ഭേദിക്കാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഇപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം സ്ഥലത്തിൻ്റെ പരിമിതി ഒരുപാടുള്ളതുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഓറൈറ്റ്, നമുക്ക് മ്യൂസിയം എന്ന് പറയുമ്പോൾ കേരളത്തിൽ അതിൻ്റേതായിട്ടുള്ള മൂല്യത്തിന് ഒരുപാട് ശോഷണം വന്നിട്ടുണ്ട്. കാരണം 100-100 ബൈബിളും കുറച്ച് കുരിശും അതുപോലെ ചില്ലറ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് മ്യൂസിയമാണെന്ന് പറയുമ്പോൾ പലർക്കും അങ്ങനെ ഒരു മ്യൂസിയമാണെന്ന് വിചാരിച്ചിങ്ങോട്ട് വരാറില്ല. ഇതിൻ്റെ വിശാലതയും ഈ നമ്മുടെ മെഗാ ക്വിസ് കോമ്പറ്റീഷൻ പോലെയാണ്. എന്താ ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളത് ഇവിടെ വന്നു കയറിയാലേ അറിയുള്ളൂ. അപ്പോൾ ഇത്ര വിശാലമായിട്ടുള്ള പല രീതികളിൽ പല തലങ്ങളിൽ ഉള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ചിലർ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഫിലാറ്റലി മ്യൂസിയം എന്ന് പറയുമ്പോൾ സ്റ്റാമ്പ് മ്യൂസിയം? സ്റ്റാമ്പ് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റേതായിട്ടുള്ള വെളിച്ചമാണ്, മനസ്സിലായോ? സ്റ്റാമ്പ്സിൽ തന്നെ ക്രിസ്തീയ സ്റ്റാമ്പ്സ് ഉണ്ട്, ഇസ്രയേലിൻ്റെ സ്റ്റാമ്പ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സമയമെടുക്കും. ഇവിടെ സ്റ്റാമ്പാന്ന് പറഞ്ഞ് നടന്നു പോയാൽ മനസ്സിലാകില്ല. ആദിമകാലം തൊട്ടുള്ള സ്റ്റാമ്പുകൾ, ക്രിസ്തീയ സ്റ്റാമ്പുകളുണ്ട്. അത് ഇസ്രയേലിൻ്റെ സ്റ്റാമ്പ് പ്രത്യേകതയുള്ള സ്റ്റാമ്പുകളാണ്. 12 ഗോത്രങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാമ്പുകൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള അനേകരെ ഇതിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണമാണ് അങ്ങനെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓൾറൈറ്റ്, യെസ്. മൂന്നാമത്തെ ചോദ്യം. കഴിഞ്ഞ ദിവസം സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറിൻ്റെ സാക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു വിവരണം സാർ നൽകി. എന്തോ സാറേ? സാറിന് വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടതുമായിട്ടൊക്കെ അത് പറയാൻ പറ്റുമെങ്കിൽ ഈ പ്രേക്ഷകരെന്തായാലും അത് കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് ചുരുക്കമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ല, നോ പ്രോബ്ലം. ഇത് അറിയേണ്ട കാര്യമല്ലേ. ഇപ്പോൾ റോഷിയുടെ ഞാൻ ഒരു അവസരം തന്നിട്ട് ചോദിക്കുമ്പം എന്നെ മോശമാക്കാനല്ലോ. ഞങ്ങൾ രണ്ടുപേരും ദുബൈയിൽ ജോലി ചെയ്യായിരുന്നു. 25 വർഷം അവിടെ 2 ഹോസ്പിറ്റൽസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരമാണ് ഞാൻ ഈ വിശുദ്ധ സത്യവേദ പുസ്തകം പരിഭാഷപ്പെടുത്താൻ ആരംഭിച്ചത്. ദൈവം എന്നെ വിളിക്കുമ്പോൾ ബൈബിൾ പരിഭാഷയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് വിളിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞു, അത് 1983 ഒരു ത്രിദിന വാർഷിക ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴാണ് എൻ്റെ വേലയ്ക്കായിട്ട് ദിനത്തിനെ വേർതിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് കാര്യം പറഞ്ഞു, എനിക്കിതിനുള്ള യോഗ്യതയില്ല. കാരണം വിദേശ രാജ്യത്ത് ജനിച്ചു വളർന്നു, മലയാളം ഞാൻ ആ രീതിയിൽ പഠിച്ചിട്ടില്ല, ബൈബിൾ വായിച്ചിട്ടില്ല, മാത്രമല്ല സൺഡേ സ്കൂൾ പോയിട്ടില്ല. ഇങ്ങനെയുള്ള യാതൊരു കാര്യവും ഇല്ലാതെ നാളെ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യാമെന്ന് പറഞ്ഞു. അതൊരു വേലയുടെ കാര്യമാണ്. അതുകൊണ്ട് എന്നേക്കാൾ യോഗ്യനായ ഒരാളെ അങ്ങ് തിരഞ്ഞെടുത്താട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞ മറുപടി, എനിക്കറിയേണ്ടത് നിനക്കിത് ഏറ്റെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നാണ്. കാരണം ഞാൻ ആരെയാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കിതിൻ്റെ അനുവാദമാണ് ആവശ്യം. എന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന ദൈവം അത് പറയുമ്പോൾ ഞാനത് വിളി ഏറ്റെടുത്തു. അടുത്ത 15 മാസം ഞാൻ രാജ്യം വരുന്ന ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഓർത്തഡോക്സ് സഭയിൽപ്പെടുന്ന വ്യക്തിയാണ് അന്നും ഇന്നും. അവിടെ ഇപ്രകാരമുള്ള സുവിശേഷീകരണത്തിനൊന്നുമുള്ള വലിയ പ്രോത്സാഹനമില്ല. അപ്പോഴും ഞാൻ ദുബായ് പള്ളിയുടെ പ്രാർത്ഥനാ യോഗത്തിൻ്റെ സെക്രട്ടറി ആകുമ്പോഴാണ് എന്നെ ഈ വിളിക്കുന്നത്. ആ 1 വർഷം 1.25 വർഷം ഇരുന്നുകൊണ്ട് 1.25 വർഷം 15 months ഞങ്ങൾ പഠിച്ചു, ബൈബിൾ വായിക്കാൻ ശ്രമിച്ചു, പ്രാർത്ഥനാപൂർവ്വം എന്താണ് നടത്തേണ്ടതെന്ന് അറിഞ്ഞു. അങ്ങനെ 1985 മാർച്ച് 29 പ്രിയപ്പെട്ട ലീനയുടെ പിതാവുമൊത്ത് ഞങ്ങൾ 8 പേര്, ഞാനും വൈഫും, ഞങ്ങൾ 3 കുടുംബങ്ങൾ, 4 കുടുംബങ്ങൾ, 8 പേരുമായിട്ട് ഈ ശുശ്രൂഷ ദുബൈയിൽ ആരംഭിക്കുന്നത്, എൻ്റെ വീട്ടിൽ വെച്ച് ആരംഭിക്കുന്നത്. 1 മണിക്കൂറാണ് ശുശ്രൂഷ, 2 ആഴ്ചയിലൊരിക്കൽ. കാരണം ഓർത്തഡോക്സ് പാരമ്പര്യമുള്ളവരാണ് ഞങ്ങൾ. 4 കുടുംബവും ഓർത്തഡോക്സിൽ നിന്ന് വരുന്നവരാണ്. അതേ കൗമാ ചൊല്ലി നമസ്കരിക്കും, ഒരു പ്രാർത്ഥിക്കുക, അപ്പോൾ 1 മണിക്കൂറാകും തിരിച്ചു പോകും. അങ്ങനെ പോകുമ്പോൾ ചിലരുടെ പ്രയാസങ്ങളുമായിട്ടൊക്കെ ചിലർ വന്നത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭവനത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം ആളുകൾ കൂടാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ട്രിനിറ്റി ചർച്ച് ആംഗ്ലിക്കൻ ചർച്ചാണ്. ഓർത്തഡോക്സിനും പള്ളിയുണ്ട്, പക്ഷേ അവർ നമ്മളൊന്നും അവിടെ കയറ്റിയില്ല പ്രാർത്ഥന നടത്താൻ. ആംഗ്ലിക്കൻ ചർച്ചിൽ നമ്മൾ ശുശ്രൂഷ ആരംഭിച്ചു. ദൈവം അതിനെ ശക്തമായിട്ട് വളർത്തി. അവിടെ വളർത്തിയപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഞാൻ ഈ മലയാളത്തിൽ പ്രസംഗിക്കുവാനായിട്ട് ഇംഗ്ലീഷിലെ ബൈബിൾ റെഫർ ചെയ്ത് അത് മലയാളീകരിച്ചാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇംഗ്ലീഷിലൊരു വാക്യം പറഞ്ഞു കഴിഞ്ഞ് അത് മലയാളത്തിൽ വായിക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ ചില സ്ഥാനങ്ങളൊക്കെ കണ്ടു തുടങ്ങി. എൻ്റെ പരിചയക്കുറവും പഠിപ്പില്ലായ്മ കൊണ്ടാണ് ഞാൻ ആദ്യമേ കരുതി. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഒരുപാട് മാറ്റങ്ങൾ ഈ 1910 സത്യവേദ പുസ്തകത്തിൽ വരാനുണ്ട്. ഞാൻ എഴുതാൻ തുടങ്ങി, എവിടെയെല്ലാം മാറ്റങ്ങൾ, എവിടെയെല്ലാം പഠിച്ച് 14 വർഷം അത് എഴുതി. അപ്പോഴേക്കും ശുശ്രൂഷ വളർന്നു. 8 പേരായിട്ട് ആരംഭിച്ച ശുശ്രൂഷ ഒരു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ 8 പേരായിട്ട് ആരംഭിച്ചാണ്. അത് വീക്ക്ലി 800 പേര് 900 പേര് വീതമാണ്. വാർഷിക ഉപവാസം 2000 പേരാണ് ദുബൈയിൽ വരുന്നത്. അങ്ങനെ വളർന്നപ്പോൾ ഇത് പരിഭാഷപ്പെടുത്താൻ ആരംഭിച്ചു. ഇത് പരിഭാഷപ്പെടുത്തി
പരിഭാഷപ്പെടുത്തിയിട്ടത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ തന്നെ അവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അതായത് ഇതിനകത്തിൽ അവിടുത്തെ മതത്തിൻ്റെ ഔദ്യോഗിക മതത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ജോലി നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം നഷ്ടപ്പെട്ട് ഞാൻ വെറും കൈയോടെ അവിടുന്ന് നാട്ടിലേക്ക് വരേണ്ടി വന്നു. ഇവിടെ വന്ന് ബൈബിളെല്ലാം കോൺഫിസ്കേറ്റ്. നമ്മളങ്ങനെ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം ഒഫീഷ്യലായിരുന്നു. 1.5 വർഷം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് പുതിയ നിയമം 1.5 വർഷത്തിനകം വിശുദ്ധ സത്യവേദോസം പരിപൂർണമായിട്ട് ചെയ്തു. അങ്ങനെ എല്ലാ രീതിയിലും ഇവിടെ വന്നപ്പോൾ സഭകളൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി. പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്ന സഭകളെന്ന് പറയുന്നവർ പോലും ഞാൻ ദൈവവചനത്തെ തൊട്ടതോട് ദൈവം എന്നെ തൊട്ടതാണ് ഇവിടെ പ്രസിദ്ധപ്പെടുത്തുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പരാതിപ്പെട്ടിട്ടില്ല, ഇതുവരെയും ചിന്തിച്ചിട്ടുമില്ല. ദൈവം അത്യത്ഭുതകരമായ രീതിയിൽ എന്നെ വളർത്തി. ഇന്ന് 15ാമത്തെ എഡിഷനാണ് വിശുദ്ധ സത്യവേദോസം. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും എവിടെയെങ്കിലും ഞാൻ ആരുടെയെങ്കിലും ഒരാളെ ഒരു പുസ്തകമെങ്കിലും കാണും. എല്ലായിടത്തും അനേകർ വായിക്കുന്നവർ ഇത് വിട്ട് വേറൊന്നും വായിക്കുകയില്ല. കൂടാതെ 17 ഭാഷകളിലേക്ക് ഇത് ബൈബിള് അതിൻ്റെ ഗോത്രഭാഷകളൊക്കെയും ചെയ്തു. തെലുങ്കിൽ, ഇംഗ്ലീഷിൽ ഒക്കെയും പരിഭാഷ നടത്തുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ ഈ തിക്താനുഭവം അന്ന് എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം വന്നു. ആ തിക്താനുഭവത്തെക്കാട്ട് വലിയ തിക്താനുഭവമായിരുന്നു എൻ്റെ മാതൃ ശുശ്രൂഷ തന്നെ എന്നെ പുറത്തു കളഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി. കാരണം സാമ്പത്തികമായ സ്രോതസ്സ് കുറയുന്നതെന്ന് നോക്കുമ്പോൾ ഉള്ള കാര്യമാണ്. 5 വർഷം ഒരു ശുശ്രൂഷയില്ല ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ദൈവം ഈ ക്യാമ്പസ് ഞമ്മയായിട്ട് നമുക്ക് തരുന്നത്. പക്ഷേ ഇതൊരു വലിയ കഷ്ടത്തിൻ്റെയും വേദനയുടെയും ഒക്കെയുള്ള കാലഘട്ടമായിരുന്നു. നാം സ്നേഹിച്ചിരുന്നവർ, കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഈ പ്രതിസന്ധിയുടെ നടുവിൽ മാറിപ്പോയി. മാറാത്തവനായ കർത്താവ്, മാറ്റമില്ലാത്തവനായ കർത്താവെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അതൊക്കെ ഈ പ്രതിസന്ധിയുടെ നാടുകളിൽ മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്? ഇനി എന്തെങ്കിലും? ഒന്നുമില്ല. ചോദ്യങ്ങൾക്ക് സാർ മറുപടി പറയാൻ മനസ്സ് കാണിച്ചതിന് ഇതെല്ലാവരും അറിഞ്ഞു ചോദിക്കണം. താങ്കൾ ന്യായമായ സംശയം. സാറേ ചോദിച്ചാൽ സാർ, ഇത്ര പ്രയാസങ്ങൾ കൂടെ കടന്നു പോയിട്ടും ഒരു വലിയ പ്രവർത്തനം നടത്തുവാനും മ്യൂസിയം തുടങ്ങുവാനും ജീവകാരുണ്യങ്ങൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? സാറേ, അതിനകത്ത് 2 മറുപടിയുണ്ട്. ഒന്നാമത് ഞാൻ നയിക്കുന്നത് ഉപവാസ പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. ഈ ഉപവാസ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ മഹത്വം ആധുനിക ക്രൈസ്തവ സമൂഹം മറന്നുപോയിരിക്കുന്നു. എൻ്റെ എല്ലാ സംരംഭങ്ങളും ഞാൻ ആരംഭിക്കുമ്പോഴും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും മുൻപോട്ട് പോകുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം ഉപവാസ പ്രാർത്ഥനാ ശുശ്രൂഷ. ഉപവാസ പ്രാർത്ഥനാ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഏകദിന ഉപവാസം, ദ്വിദിന ഉപവാസം, ത്രിദിന ഉപവാസ പ്രാർത്ഥന പൊതുവായിട്ട് സഭയിൽ. പക്ഷേ അതല്ലാതെ അതിനപ്പുറമായിട്ട് ഉള്ള ഏറ്റവും സ്വർഗത്തിൻ്റെ കവാടകൾ തുറക്കുന്ന ഉപവാസമാണ് 40 ഉപവാസ പ്രാർത്ഥന. ആ ഉപവാസ പ്രാർത്ഥനകളിലൂടെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപകൾ, ഇതൊരു കൃപാവര ശുശ്രൂഷയാണ്. ആ കൃപകൾ ആണ് എന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണമുള്ള ശക്തി ലഭ്യമാകുവാൻ മുഖാന്തരം ഒരുക്കുന്നത് 40 days ഫാസ്റ്റിംഗ് പ്രെയർ. ഇന്ന് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതിന് യാതൊരു രീതിയിലുള്ള തടസ്സവും. ദൈവത്തിൻ്റെ അനിർഗളമായ കൃപകൾ പകരുവാൻ ഈ ഉപവാസ പ്രാർത്ഥനകൾക്ക് കഴിയും. അത് 40 days ഫാസ്റ്റിംഗ്. കാരണം നമുക്കറിയാം 40 ദിവസം ഉപവാസ പ്രാർത്ഥന വിരളമായിട്ട് വേദവസ്തുള്ളൂ. ആകെ 3 പേരെ ഉപവസിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഉപവാസ പ്രാർത്ഥനയിലൂടെ പോകുമ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ അടിസ്ഥാനമെന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ആതുര ശുശ്രൂഷ അടങ്ങിയിട്ടുണ്ട്. നാം ഉപവാസ പ്രാർത്ഥന എല്ലായിടത്തും ഫാസ്റ്റിംഗ് പ്രെയറാ എവിടെ ചോദിച്ചാലും ഫാസ്റ്റിംഗ് പ്രെയറാ. രാവിലെ മുതൽ ഉച്ചവരൊന്നും കഴിക്കാതെ ഇരുന്നിട്ട് ഫാസ്റ്റിംഗ്, അതും ഫാസ്റ്റിംഗാണ്. പക്ഷേ തിരുവചന പ്രകാരമുള്ള ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് 24 hours കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഒരു ഫാസ്റ്റിംഗ് ആയിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗിക ഉപവാസമുണ്ട്, ഉച്ചവരെ ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്, സായന്തരം വരെ ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സമ്പൂർണ്ണമായിട്ട് ഉള്ള ഫാസ്റ്റിംഗ് അത് പാപപരിഹാര ദിനമാണ്. അപ്പോൾ അവിടെ 24 മണിക്കൂറാണ് കർത്താവ് പാപപരിഹാര ദിനമായിട്ട് ഡേ ഓഫ് അറ്റോൺമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 24 hours മിനിമം ഫാസ്റ്റിംഗ്. പിന്നീട് 2 days 3 days പോകാം. 7 ദിവസത്തെ ഉപവാസം, 14 ദിവസത്തെ ഉപവാസമുണ്ട്, 21 ദിവസത്തെ ഉപവാസമുണ്ട്. അതിൻ്റെ എപ്പിറ്റോം എന്ന് പറയുന്നത് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. ഈ ദൈവവചനം ഇത് പൂർത്തിയാക്കുവാൻ 40 ദിവസം വീതം 3 പ്രാവശ്യം ഞാൻ ഉപവസിക്കേണ്ടതായിട്ട് വന്നു. സോ ആ ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ ശക്തിയാണ് ഈ കാണുന്നതെല്ലാം. എന്തെല്ലാം ചെയ്യുന്നു അതിൻ്റെ എല്ലാം വെളിപ്പാടുകൾ, ദൈവത്തിൻ്റെ ദർശനങ്ങൾ എല്ലാം ദൈവം നൽകുന്നത് ഈ 40 ദിന ഉപവാസ പ്രാർത്ഥനയാണ്. എന്നെ കണ്ടാൽ സാറിന് ഒരിക്കലും തോന്നുകയില്ല ഞാൻ 40 ദിവസം ഉപവസിച്ചു. റൈറ്റ്? അത് ഉപവസിക്കുമ്പോൾ ഒരുപാട് ബ്ലോട്ട് ചെയ്യും.
ദാറ്റ്സ് ദ റീസൺ. യെസ്, ഇനി എന്തെങ്കിലും ചോദ്യമുള്ളൂ? ആതുര ശുശ്രൂഷയെക്കുറിച്ച്. അപ്പോൾ നാം ഈ ഉപവാസ പ്രാർത്ഥന നയിക്കുമ്പോൾ തന്നെ ആതുര ശുശ്രൂഷയിലാണത് പടുത്തുയർത്തേണ്ടത്. യെശയ്യാപ്രവചനം 58 അതാ പറയുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ച് കുടിപ്പാൻ തന്നില്ല, നഗ്നനായിരുന്നു ഉടുപ്പാൻ തന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ മൂല്യം ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് ആരും പറയും. എല്ലാവരും ഫാസ്റ്റിംഗ് പ്രെയറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണമുള്ള കൊച്ചു കൊച്ചു സംവിധാനങ്ങൾ ഇവിടെയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 42 കിലോമീറ്റർ ചുറ്റളവിലുള്ള കിടപ്പ് രോഗികൾ, മാതാപിതാക്കളെ ഉപേക്ഷിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആരോഗ്യമില്ലാത്ത പ്രായമുള്ളവർ, അങ്ങനെ ക്യാൻസർ രോഗികൾ, അവരുടെയൊക്കെ വരികിലേക്ക് ഇവിടുന്ന് രാവിലെ മദേഴ്സ് കിച്ചൻ എന്ന് പറയുന്ന വണ്ടിയിൽ അവർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നുണ്ട്. ആ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്ത് രാവിലെ പോയി കഴിഞ്ഞാൽ 11 മണിയായിട്ട് തിരിച്ചു വരും. ഇപ്പോൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ 9 പേര് മരിച്ചുപോയി. കാരണം എല്ലാവരും ഇങ്ങനത്തെ ഓരോ ദിവസം, കഴിഞ്ഞ ആഴ്ച ഒരാൾ മരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്നാണ് 2 ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത 2 കൂടെ അവരെ പിടിച്ചുകൊണ്ട് പോയി. നമ്മളറിയത്തില്ല. നമ്മളിത് ഒരിടത്തല്ലാണ്, അവരവരുടെ വീടുകളിലാണ് കൊണ്ട് കൊടുക്കുന്നത്. നമ്മൾ അതിനായിട്ട് പ്രത്യേകമായിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഒരു ഉപവാസ പ്രാർത്ഥന നയിക്കുമ്പോൾ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ ദൈവത്തോട് കരുണ ചോദിക്കാൻ സാധ്യമല്ല. അതോടൊപ്പം പിന്നെ കിരോസ എന്ന് പറയുന്ന ശുശ്രൂഷ, കിടപ്പ് രോഗി സഹായം, കിടപ്പ് രോഗികൾക്ക് വേണ്ടി അവർ സന്ദർശിക്കുക, അവർക്ക് ഭവനങ്ങൾ പണിത് കൊടുക്കുക. ഇതൊക്കെ എളിയ രീതിയിൽ ഈ ശുശ്രൂഷ ദൈവം തന്നിരിക്കുന്ന മുഖാന്തരം വിളിച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ആ പ്രവർത്തനം. വേറെ എന്തെങ്കിലും സാർ? താങ്കളുടെ ഈ വലിയ പ്രവർത്തനത്തിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ താങ്കളെ സഹായിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ അവരെനിക്കെതിരായിട്ടൊന്നും പറയുന്നില്ല, അതൊരു വലിയ സഹായമാണ്. കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പ്രതികൂലം നിങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് എല്ലാ സഭകളും എല്ലാവരും എനിക്ക് അനുകൂലമാണ്. കാരണം അവരിതൊന്നും കാണുന്നില്ല, ഇങ്ങനത്തെ കാര്യത്തൊന്നും കാണും. അവിടെ കേട്ടിട്ടുണ്ടോ? ഞങ്ങളങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഒരു സഹായവും ഇല്ല, ഒരു പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നില്ല. ഒരു സൺഡേ സ്കൂളിൻ്റെ മീറ്റിങ്ങിന് പോലും എന്നെ ഈ നാഴി വരെ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്കത് സന്തോഷമുണ്ട്. ഈ സമയമില്ലാത്ത സമയത്ത് സൺഡേ സ്കൂളാണെന്ന് പറഞ്ഞ് പോയില്ലെങ്കിൽ അതിനെക്കാട്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തെറ്റായിരിക്കും. അതുകൊണ്ട് ദൈവം മനഃപൂർവ്വമായിട്ടായിരിക്കും അതിന് അവസരം തരാത്തത്. സാറിനോട് ചോദിച്ചുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്. ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകൾ, ഒരു സംഘടനകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലാത്തതുകൊണ്ട് അവർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ സാന്മന. ക്രിസ്തീയമായി പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നവർക്ക് പോലും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് നമ്മുടെ ആത്മീയ ദൗത്യത്തിനുള്ള പരാജയങ്ങൾ. മനസ്സിലായില്ല? അത് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഐ എം ഹാപ്പി. വി ആർ ജസ്റ്റ് ഇപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ ഒരു വേദി കർത്താവല്ലേ ഒരുക്കിയത്. റൈറ്റ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സാർ? ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ എത്ര കാലമായി ഈ വലിയ പ്രവർത്തനം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 1985 മാർച്ച് 29 ഈ ശുശ്രൂഷ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുക. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചു, ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു, കാത്തിരുന്നു. അതിനുശേഷമാണ് ഈ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് പ്രവർത്തിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ എൻ്റെ മാതൃശുശ്രൂഷ മാനാത്തുണ്ട്. ഇതുപോലെ എല്ലാം പടുത്തുയർത്തി ഭയങ്കരമായ ഒരു ശുശ്രൂഷ അവിടെ ഉണ്ട്. പക്ഷേങ്കിൽ അതൊക്കെ ഞാൻ ഈ ശുശ്രൂഷ ഞാൻ വിദേശത്താണ്. ഇതെല്ലാം പണിത് ഇവിടെ കൊടുക്കുക, സാമ്പത്തികമായ സ്രോതസ്സെല്ലാം ഉണ്ടാക്കി, അതേ 3 നില കെട്ടിടം, 5 നില കെട്ടിടം എന്ന് വേണ്ട റെക്കോർഡിംഗ് സ്റ്റുഡിയോ എല്ലാം ഇവിടെ സെറ്റപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വന്ന്, ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം, കാരണം പ്രേക്ഷകർ ഒരു ഭാഗം മാത്രമേ കേൾക്കും, ചിലരും അമേരിക്കക്കാർ ഇവിടെ കാണും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ അവിടുത്തെ ചില നടപടിക്രമങ്ങൾ തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യമായി. ഞാനൊന്നും മിണ്ടിയിട്ടില്ല, ഞാൻ അതിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പക്ഷേ അവിടെ ഉള്ളവർക്കൊരു ഭയങ്കര ആധി, ഇത് ഞാൻ അറിഞ്ഞോ, ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുകയില്ല ഈ ഒരു കാര്യത്തിന്. പ്രിൻസിപ്പിൾസ് ആ പ്രിൻസിപ്പിൾസ്, ഞാൻ ഒരിക്കലും അതിന് ഒരു വിട്ടുവീഴ്ച ആരുടെ കാര്യത്തിലും ചെയ്യുകയില്ല. അപ്പോൾ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടി. പൊതുയോഗം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉള്ള ആ ചുറ്റുപാട് കിടക്കുന്നവരായി പൊതുയോഗത്തിൻ്റെ അംഗങ്ങൾ ഓരോ പീസ് കേക്കും ഓരോ അലുവായും ഒരു സമൂസയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ദൈവവിരോധമായിട്ട് പ്രവർത്തിച്ചു, സ്വന്തമായിട്ട് സഭ സ്ഥാപിച്ചു എന്ന് പറഞ്ഞ് എന്നെ ആ ശുശ്രൂഷയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് പത്രത്തിൽ കൊടുത്തു, ഇങ്ങനെ സ്വന്തം സഭ സ്ഥാപിച്ചു എന്നുകൊണ്ട്. അതിൻ്റെ നിയമപ്രകാരം എൻ്റെ പിതാവാണ് ഇവരോട് കൂടെ ചേർന്ന് ഈ ശുശ്രൂഷ ഉണ്ടാക്കിയത്. ഞാനാണ് ഈ ശുശ്രൂഷ അവരുടെ മുഴുവൻ അസറ്റ്, ഏതാണ്ട് 7 കോടി രൂപയുടെ സ്വത്ത്, അവിടെ ബിൽഡിങ്സ്, ഇതുപോലെ തന്നെ എല്ലാ രീതിയിലും ക്രമീകരിച്ചത് ഞങ്ങളവിടെ ആയിരുന്നപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യമേ വിവാഹം കഴിച്ചപ്പോഴേ വന്നപ്പോഴൊരു കാര്യം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, മക്കളോടും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കാലത്ത് ഇവർ നമ്മളെ പുറത്താക്കിയാൽ പോലും ഒരിക്കലും തിരിച്ചവിടെ വടക്കനാട് ചെല്ലരുത്. നേരെ പെട്ടിയെടുക്കുക, തിരുവനന്തപുരത്തേക്ക് പോവുക. അത് ഞാൻ തിരുവനന്തപുരത്ത് വീടും വെച്ചിവിടെ വെച്ചിരിക്കുന്നത്, എൻ്റെ വീട് മാത്രമാണ്. അപ്പോൾ അതിങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാനും വൈഫും മക്കളുമായിട്ടുണ്ട്. അവർ പറഞ്ഞു, ഒരു കേസിനും ഞാൻ പോയിട്ടില്ല. എല്ലാവരും പറഞ്ഞ് കേസ് കൊടുക്കുക, അത് പൂട്ടിക്കുക. ഞാൻ ഒരിക്കലും ഇന്ന് വരെ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തില്ല. ദൈവം നീതിമാനായ ദൈവമാണ്, മഹാപരിശുദ്ധനായ ദൈവമാണെന്ന് എനിക്കറിയാം, എൻ്റെ അനുഭവമാണ്.
ഇന്നല്ലെങ്കിൽ നാളെ ആരെല്ലാം വളച്ചു കെട്ടിയാലും ആരെല്ലാം മറച്ചു വെച്ചാലും ഇത് ചുമ്മാതെ പൊളിച്ചു കളയും ദൈവം. ഇപ്പോൾ തന്നെ ആരാധനയൊക്കെ നിന്നു, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് ആണ് ഈ ആത്മീയമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന അനുഭവം. സാറിൻ്റെ ചോദ്യം എത്ര വർഷമായി? എത്ര വർഷം? ഫ്രം 1985 ഫുൾ ഫ്ലെഷ്ഡ്. റൈറ്റ്. താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ. താങ്ക് യു സർ. യെസ് ജോളി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഭാഗികമായ മറുപടികൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും സാറിന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ രൂപരേഖ, മീൻസ് മോശയോട് ദൈവം പർവ്വതത്തിൽ കാണിച്ച മാതൃക രൂപരേഖയാണ്. പ്രവർത്തനങ്ങൾ കേട്ടു. മോശയ്ക്ക് പറഞ്ഞു പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം. അതുപോലെ തന്നെ 1 ദിനവൃത്താന്തം 28:19 ദാവീദ് ശലോമോന് വേണ്ടി ഈ രൂപരേഖ ദൈവം വരച്ചു കൊടുത്തെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സാറിന് ഈ രൂപരേഖ ആ ഒരു ദർശനം കിട്ടിയതെന്ന് അത് പ്രാവർത്തികമാകാൻ എടുത്ത സമയം 85 സാറ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു, കേട്ടു, ട്രാൻസ്ലേഷനെ കുറിച്ച് കേട്ടു. എന്നാൽ ഇങ്ങനൊരു രൂപരേഖ, ഇത്രയും ഒരു മ്യൂസിയം എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്ന, അത് സാറ് വ്യക്തിഗതമാണ്, ഇതൊരു പ്രസ്ഥാനമാണ്. സാധാരണ ലോകത്തുള്ള മ്യൂസിയങ്ങളിലൊക്കെ ഒരു പ്രസ്ഥാനം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാകും. അപ്പോൾ സാറിനോടൊപ്പം ഈ രൂപരേഖയ്ക്ക് പിന്നിൽ എത്ര പേർ പ്രവർത്തിച്ചു? അത് ദൈവം തന്ന ദർശനം പ്രാവർത്തികം. എന്നോടൊപ്പം ഈ രൂപരേഖയായിട്ട് ആരും പ്രവർത്തിച്ചിട്ടില്ല. കാരണം ഇതൊരു വ്യക്തിപരമായ ബന്ധമാണ് ദൈവമായിട്ട്. ദൈവം ഒരിക്കലും എന്നെ വിളിച്ചപ്പോൾ ഇതുപോലെ മ്യൂസിയം ഉണ്ടാക്കണമെന്നോ ബൈബിൾ പരിഭാഷപ്പെടണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കും, അത് ചെയ്യും. ഇപ്പോൾ ആദ്യം 8 പേരായിട്ട് തുടങ്ങി, രാപകലില്ല അതിനുവേണ്ടി അധ്വാനിച്ചു, പ്രവർത്തിച്ചു. ദുബായിലെ അല്ല ഗൾഫിലെ ഏറ്റവും വലിയ ശുശ്രൂഷയാണ് ഒരു ശനിയാഴ്ച ശുശ്രൂഷ, 800 പേര് വരുന്ന ശുശ്രൂഷ. അതിൽ പങ്കെടുത്തവരുടെ ഇരിപ്പുണ്ട്, ഇപ്പോഴത്തെ ഇവിടെ ശ്രോതാക്കളായിട്ടുണ്ട്. വാർഷിക ത്രിദിന ഉപവാസ പ്രാർത്ഥനയിൽ 2000 പേര് വരെ പങ്കെടുക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ അമേരിക്കയിലും മറ്റെല്ലാ രാജ്യത്ത് പോകുമ്പോഴും അവിടെ വെച്ച് ദൈവം ഇന്ന 10 കൊല്ലം കഴിഞ്ഞ് ഇത് ഉണ്ടാക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഓരോ കാര്യം വരുമ്പോഴും ഓരോ ആവശ്യമനുസരിച്ച് പരിശുദ്ധാത്മാവ് ഓരോന്ന് ബോധ്യപ്പെടുത്തുന്നതനുസരിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ അന്ന് തൊട്ട് ഇതുപോലെ ആർട്ടിഫാക്ട്സ് കളക്ട് ചെയ്യുന്നുണ്ട്. 85 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോഴേ കാണും. അപ്പോൾ ഒരു സ്വപ്നമുണ്ട്, എന്ത്, ഒരു ബൈബിൾ മ്യൂസിയം. പക്ഷേ ബൈബിൾ മ്യൂസിയം എന്ന് പറയുമ്പോൾ അത് ഇതുപോലെ 100 ബൈബിൾ വാങ്ങിച്ചു വെക്കുന്നതല്ല. എനിക്കതിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന ഏത് കാര്യവും ഏറ്റവും മനോഹരമായിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ കാര്യത്തിനകത്തൊരു കോംപ്രമൈസ് ഇല്ല. നിങ്ങൾ ഈ സെറ്റ് കാണുന്നത് തന്നെ കാശിൻ്റെ ആർഭാടത്തിനല്ല, എൻ്റെ ദൈവത്തിൻ്റെ സ്ഥലം നിങ്ങൾ നിൽക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമാണ്. ലോകത്ത് ആരുടെ മുൻപിലും അത് സമുന്നതമായിട്ട് കാണണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ള ഓരോ വെളിപ്പാട്. ആ വെളിപ്പാടുകൾ നൽകുന്നത് ജോളി പറഞ്ഞത് ശരിയാണ്, ചിലർക്ക് അങ്ങനെ ഒരു വെളിപ്പാടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞൊരു ആവശ്യം വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അതിനെക്കുറിച്ചൊരു വെളിപ്പാട് തരുന്നത്. സാധനങ്ങളൊക്കെ വായിച്ചു. എൻ്റെ അവിടുത്തെ പ്രാർത്ഥന വലിയ സ്വപ്നമായിരുന്നു. മാന്നാത്ത് ആരംഭിക്കണമെന്ന് കെട്ടിടം ഉണ്ടാക്കി, വലിയ സ്വപ്നമായിരുന്നു. അതെല്ലാം ഒരു ദിവസം കൊണ്ട് തകർന്ന് തരിപ്പണമാക്കി എന്നെ ഇറക്കി വിട്ടപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു. കാരണം ദൈവം ഈ ആർട്ടിഫാക്ട്സ് മുഴുവൻ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ദൈവം കാണിച്ചു തന്നിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇരുട്ടിൽ മറഞ്ഞു കിടക്കുന്ന നിക്ഷേപങ്ങൾ അത് ദൈവമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, അവിടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സ്ഥലം അതും ദൈവം കാണിച്ചെന്നാണ് ഇത് വാങ്ങിക്കുന്നത്. ഞാൻ 5 ദേവാലയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ ദേവാലയം വാങ്ങിക്കേണ്ട ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്താണ് ദേവാലയം വെക്കുന്നത്. എൻ്റെ സ്വന്തമായിട്ട് ദൈവം ബോധ്യപ്പെടുത്തുന്ന, എങ്ങനെ ശലോമോന് ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറയുമ്പോൾ എന്നെ അങ്ങനെ ദൈവം വരച്ച് കാണിച്ചിട്ടില്ല. പക്ഷേങ്കിൽ എനിക്കൊരു സങ്കല്പം, ഇവിടുത്തെ ദേവാലയം ഏത് ദേവാലയമാണ് എൻ്റെ സ്വന്തം സങ്കല്പത്തിൽ ഞാൻ തന്നെത്താനെ മറ്റാരെയും വിളിച്ചിട്ടില്ല, ഞാൻ തന്നെത്താനെ കല്ലിട്ട് പടുത്തുയർത്തിരിക്കുന്ന ദേവാലയങ്ങളാണ്. അപ്പോൾ ഒരു പ്രത്യേക നാളെ ജോലിയായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഏതെങ്കിലും തരത്തിൽ ദൈവം അതിനുള്ള വെളിപ്പാട് തരും. ഇന്ന രീതിയിലെന്ന് പറയുവാൻ സാധ്യമല്ല. ഇതൊക്കെയും അങ്ങനെയുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടുകളിൽ കെട്ടിപ്പടുത്തിട്ടുള്ള കാര്യമാണ്. റൈറ്റ്? വേറെ എന്തെങ്കിലും ചോദിച്ചാൽ? ഓക്കെ, നല്ല മറുപടിക്കായി നന്ദി. കാരണം ദൈവം ഓരോ കാര്യങ്ങളും സാറിനെ ഘട്ടം ഘട്ടമായി അടുത്തടുത്ത് ചെയ്യാനായിട്ട് പരിശുദ്ധമാവ് പ്രേരിപ്പിക്കും, അതനുസരിച്ച് ചെയ്യും. എനിക്ക് തന്ന നല്ല മറുപടിക്ക് നന്ദി. അടുത്ത ചോദ്യം, എനിക്ക് ബൈബിൾ കിസിനെ സംബന്ധിച്ചൊരു അഭിപ്രായം. കാരണം നമ്മുടെ സഭകളിൽ വളരെ ചുരുക്കം പേരാണ് ബൈബിൾ പഠനത്തിന് സമയം ചെലവഴിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവരെ ഞാൻ പഠിച്ചിടത്തോളം മനസ്സിലായത്, വേദികളിൽ അവർ 1-ാം സ്ഥാനം, കോമ്പറ്റീഷനിൽ അവർ 1-ാം സ്ഥാനം, അവർ എല്ലാ മേഖലയിൽ അവർ 1-ാം സ്ഥാനം മേടിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവർ ഒരു സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കാണുന്നില്ല. മുഴുവനുമല്ല, ഭാഗികമായി. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ പഠിച്ചു വരുമ്പോൾ, ഞാനൊരു 25 വർഷമായി വേലയിലായിരിക്കുന്നു.
കുറച്ചധികം വർഷമായി ഒരു സമൂഹത്തിൻ്റെ ലീഡിംഗ്ഷിപ്പിലും ഞാനായിരിക്കുന്നു. പക്ഷേ എങ്കിൽ ഇത്രയധികം ദൈവവചനം പഠിച്ചൊരു വ്യക്തിക്ക് വ്യക്തിപരമായി സുവിശേഷീകരണം എന്നുള്ള മേഖലയിൽ അവരെത്ര വളരുന്നു, അത് ഈ ബൈബിൾ ക്വിസിൻ്റെ ഒരു മാനദണ്ഡമാക്കിക്കൂടെയോ? നമുക്ക് സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ നമുക്കിത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം ഓരോ സഭയ്ക്കും അവരുടേതായിട്ടുള്ളൊരു ദർശനമുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു സുവിശേഷീകരണത്തിനൊരു മാനദണ്ഡം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളിവിടെ തന്നെ 2-3 സഭക്കാരാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനമുണ്ട്. ബൈബിൾ പഠിപ്പിക്കാൻ എനിക്ക് പറയാം, ബൈബിളിലെ കാര്യങ്ങളൊക്കെ ആകർഷിക്കുവാൻ ക്വിസ് നടത്താം. പക്ഷേ നാളെ നിങ്ങളിറങ്ങി ഇങ്ങനെ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ അതൊരു സഭയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ കൈകടത്തലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ദർശനമുണ്ട്. എൻ്റെ സഭ ഓർത്തഡോക്സ് സഭയാണ്. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞാലൊന്നും നടക്കുകയില്ല. പക്ഷേ ഇങ്ങനൊരു ദർശനമുണ്ട്. നമ്മളിപ്പോൾ ഒരു ചൂണ്ട വാങ്ങിച്ച് ഒരാളെ കൊടുക്കുന്നു ചൂണ്ടയിടാനായിട്ട്. എവിടെ പോയി ചൂണ്ടയിടണമെന്നുള്ളത് ചൂണ്ട കൈ കിട്ടുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് വളരെ വിശാലമായ കടപ്പുറമുണ്ട്, ആർത്തിയിലുണ്ട്. ഇവിടെ ചൂണ്ടയിടുന്നത് അവരുടെ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് എന്താ കൊടുക്കുന്നത്? ചൂണ്ട മാത്രമാണ്. അപ്പോൾ നമ്മുടേതെന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ ക്വിസൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവവചനം തന്നെ ഇവരൊന്ന് വായിച്ചാൽ അത് തന്നെ വ്യക്തിയെ നവീകരിക്കുകയും ഏതെങ്കിലും അത് വൃഥാവായിട്ട് പോകുകയില്ലെന്നാണ് പ്രവാചകൻ പറയുന്നത്. അതാണ് ആ ഒരു പ്രിൻസിപ്പിൾ. അതെനിക്കറിയാൻ കഴിഞ്ഞാൽ നമുക്കിപ്പം പറയാനോ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞാനൊരു എക്യൂമെനിക്കൽ ദർശനമുള്ളപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു സഭയെ അത് സ്പർശിക്കും എന്നുള്ളതുകൊണ്ട് അവർക്കെല്ലാം ഓരോ സഭയും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ സ്ഥാപകർക്കുള്ള ദർശനം കൊണ്ടാണ്. അപ്പോൾ ആ ദർശനത്തെ ഒരിക്കലും ചോദ്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിനെ സ്പർശിക്കാനും ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് ജോലിക്ക് എന്നോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, പക്ഷേ നോട്ട് ഇൻ എ പബ്ലിക് വേ. ടെൽ മീ. അടുത്തത് ചോദിക്കാൻ നല്ല മറുപടിക്ക് നന്ദി. അടുത്തത് സാറ് ധാരാളം ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളും നമ്മളെ ക്രൈസ്തവ കൈരളിയുടെ ആദ്യകാലങ്ങൾ മുതലുള്ള ഗാനങ്ങൾ സാർ പാടുകയും ചെയ്യുന്നു, ഞങ്ങളെ കൊണ്ടൊക്കെ പാടിപ്പിച്ചു. അപ്പോൾ ഈ നമ്മുടെ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഓരോ ഗാനങ്ങളുടെ അകത്തും ദൈവവചനത്തിൽ നിന്നാണ് ഗാനങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് പഴയ കാലത്തെ ഗാനങ്ങളിലെല്ലാം തന്നെ വേദപുസ്തകത്തിൻ്റെ വചനങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സോങ് റെഫറൻസ് എന്ന് പറഞ്ഞ് ഒരു സെഗ്മെൻറ്റും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ? സാറിന് പാട്ടറിയാവുന്നവർക്കും ബൈബിൾ അറിയാവുന്നവർക്ക് പാട്ട് അറിയണമെന്നില്ലെങ്കിലും പാട്ട് പാടുമ്പോൾ വചനം വേദപുസ്തകത്തെ നിരന്തരമായി പരിചയിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വാക്യം എവിടെയാണെന്ന് അറിയാം. പാട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല. അങ്ങനെ ഒരു സെഗ്മെൻറ്റും കൂടി ഇതിൽ പങ്കെടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അപേക്ഷ. ആത്മീയ ഗാനരചന എന്ന് പറയുന്നത് 2 തലങ്ങളിലാണ് ജോലി. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ആത്മീയ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഗാനങ്ങൾ. 2 ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ട് അതുമാത്രം പ്രവർത്തിക്കുന്ന ഗാനങ്ങൾ. ഇപ്പോൾ ഈ 2 മേഖലകളും പരസ്പരം ബന്ധിതമായിട്ട് കിടക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഞാൻ ആത്മീയ ഗീതങ്ങളുടേതായിട്ടുള്ള കേരളത്തിലെ ആത്മീയ ഗീതങ്ങളുടേതായിട്ടുള്ള ആദ്യമായിട്ടുള്ള കോപ്പിറൈറ്റ് 4 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങി. അതന്ന് ഡാറ്റ് അവർ പറയുന്നത്. അത് ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തി ഇത് വാങ്ങാനും റെക്കോർഡ് ചെയ്യാനായിട്ട്. അന്ന് വേർഡ് മെലഡി വേൾഡ് എൻ്റെ ഗാനസൂക്ഷിയുടെ പേര്. അപ്പോൾ അദ്ദേഹം അത് ഇവിടെ വന്ന് ഞാനെല്ലാം വാങ്ങിക്കഴിഞ്ഞു. എല്ലാം പഴയ കാലത്ത് ഏറ്റവും പഴയമുള്ള ഡാറ്റാണ്, ചെറിയ ബോക്സാണ്, ഇപ്പോഴത്തെ CD ഒന്നുമല്ല. അവസാനം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ ഇത് മുഴുവൻ എടുത്തിട്ട് ക്രോസ് എക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗീത ശുശ്രൂഷ തുടങ്ങി. അദ്ദേഹമാണ് എന്നെ ഈ ദുബായിലെ ഈ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണക്കാരനായിട്ടിരുന്നത്. കാരണം എന്നെ അദ്ദേഹം തന്നെ അന്ന് ചാനൽ തുടങ്ങാനായിട്ട് ആ സമയത്ത് ഞാൻ തയ്യാറായതാണ്. പക്ഷേ ചാനലിന് വേണ്ടി ടെലിവിഷനിൽ പോയി ഷൂട്ടിങ്ങൊക്കെ ചെയ്തതാണ്. ഇതെല്ലാം അദ്ദേഹത്തെ വിശ്വസ്തനായിട്ട് ഏൽപ്പിച്ചു. അദ്ദേഹം ഇതെല്ലാം മാറ്റിയിട്ട് അദ്ദേഹം സ്വന്തം പേരിൽ ഇത് തുടങ്ങി. ഞാനെപ്പോഴും ഒരു ഭീഷണിയാണല്ലോ, അദ്ദേഹത്തിന് ആത്മീയ നൽവരങ്ങളില്ല, ഭൗതികമായിട്ട് ഒരുപാട് സമ്പത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഇതെല്ലാം ചെയ്തു. അങ്ങനെ എന്നെ അവിടുന്ന് പുറത്താക്കി. ഇതെല്ലാം ഞാൻ പോയ കഷ്ടങ്ങളിലൊക്കെ ഉണ്ട്, അദ്ദേഹമാണ് ഇതിൻ്റെ കാരണക്കാരൻ. അപ്പോൾ ഈ പഴയ ഗാനങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ ആ ഡാറ്റെല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു. അവസാനം അദ്ദേഹം ചാനലൊക്കെ തുടങ്ങി എല്ലാം കഴിഞ്ഞു. എല്ലാം ഇന്ന് വളരെ ദയനീയമായ രീതിയിലാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരു വളരെ ശ്രമകരമായ കാര്യമാണ്. കാരണം നമുക്ക് ഓരോ പാട്ടിൻ്റെ ഇപ്പോൾ ഒരു ഗാനോൽപ്പത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ക്രിസ്തീയ ഗാനോൽപ്പത്തി. അത് മാത്രമേ ഉള്ളൂ. അത് 10-20 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അതിനകത്ത് ചില പഴയ പാട്ടുകാരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. വ്യക്തമായിട്ട് ഈ ശാഖയിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണമൊന്നും നടത്തുന്ന ഒരവസ്ഥയില്ല. ഇനിയിപ്പോൾ
നമുക്കൊരു CD ഇറക്കണമെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പാട്ടുകൾ. ഇപ്പോൾ എൻ്റെ പാട്ടുകളെല്ലാം CD ഉണ്ട്. ഏറ്റവും ഒടുവിൽ ഇറക്കിയ CD എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ മറന്നിട്ടില്ലെന്നാണ് 2 മാസം മുമ്പ് ഇറക്കിയത്. അതിന് 3.5 ലക്ഷം രൂപയാണ് എനിക്ക് ചിലവായത്. കാരണം സാമ്പത്തികമായിട്ട് നമുക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അത് വളരെയധികം വർദ്ധിച്ചിരിക്കും ചിലവുകൾ. നമ്മൾ പണ്ടത്തേൻ്റെ 4 ഇരട്ടി ചിലവുകളാണ് ഈ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയിപ്പം പാട്ട് എഴുതിയാലും തന്നെത്താനെ പാടുകയല്ലാതെ CD-യിൽ എത്രമാത്രം അത് പ്രാവർത്തികമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ പാട്ടുകളെല്ലാം CD-യിലായിട്ടുണ്ട്. ദൈവം അതിന് അത്ഭുതകരമായിട്ടൊരു 2-3 വ്യക്തികളെ ഒരുക്കി അവരെന്നെ തന്നെ അത് പ്രസിദ്ധീകരിച്ചത്. ദൈവം നമ്മെ മറന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പാട്ടെന്ന് പറയുന്നത് അങ്ങനെ ആത്മീയ അനുഭവത്തിൽ നിന്നാണ് പാട്ടുകൾ എഴുതുന്നത്. പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് എഴുതുകയില്ല. അത് പ്ലെയിനിൽ വെച്ച് റോഡിൽ വെച്ച് നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഏതൊക്കെ സമയത്താണെന്ന് വെച്ചാലും പാടുമ്പോൾ പാട്ടുകൾ അത് പാടി അത് റെക്കോർഡ് ചെയ്യുക, പിന്നീട് അത് നമ്മൾ പൂർണ്ണമാക്കുക. അങ്ങനെ ഒരു ശീലമാണ്. മറ്റുള്ള പാട്ടുകാരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ബയോഗ്രഫീസ് നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. ഇപ്പോൾ ചാൾസ് ജോൺ ഇവിടുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ചിലരുടെ മാത്രം. പക്ഷേ ഒരുപാട് പഴയ പാട്ടുകാരുണ്ട്. അവരെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകളൊന്നുമില്ല. വല്ലവരും പറഞ്ഞ് പ്രസംഗിച്ച് കേട്ട കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം ഗ്ലോറി മത്തായുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആ ഗ്ലോറി മത്തായുടെ ഒരു കാര്യം ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ഒരുപാട് ഞാൻ ശ്രമിച്ചു. ഇൻ്റർനെറ്റിലെങ്ങും ഇല്ല, ഒരിടത്തും കിട്ടുന്നില്ല. അവസാനം ഒരു ശ്രേഷ്ഠ ദേവദാസ് എഴുതിയ ഡയറി കുറിപ്പിൽ ഗ്ലോറി മത്തായി മരിച്ച ദിവസം എഴുതിയ കുറിപ്പാണ് അത്. ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് ചോദിച്ചത് മനസ്സിലായോ? അപ്പോൾ അത് ചെയ്യാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. നിങ്ങളാരും ചെയ്യാനും ഞാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യാം. പക്ഷേ എൻ്റെ വ്യക്തമായ രീതിയിൽ എനിക്കത് ചെയ്യുവാനായിട്ട് വളരെയധികം ബന്ധപ്പാടുണ്ട്. കാരണം അത്രമാത്രം പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഞാൻ അതിനെക്കാട്ടി പ്രിഫർ ചെയ്യുന്നത് ഒരു ഗോത്രത്തിന് ഒരു ബൈബിൾ കൊടുക്കുക എന്നുള്ളതാണ്. റൈറ്റ്? ഓൾറൈറ്റ്, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. സോ ദാറ്റ് ബ്രിങ്സ് us to the end of this you ask me round. ഓക്കെ, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം നന്ദി. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാർക്ക് ഇടുവാൻ തക്കവണ്ണം എനിക്ക് കഴിയുകയില്ല. കാരണം എല്ലാം ഹൃദയത്തിൻ്റെ അഗാധയിൽ നിങ്ങൾ പരമാർത്ഥമായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അവർക്കെല്ലാം 4 marks ഈച്ച് ഫോർ എവരിബഡി. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പ്ലീസ് കോൾ us. ഇറ്റ് ഇസ് ഹിയർ. നമുക്ക് ചെയ്യാനായിട്ട്, ദൈവവചനത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമുക്കിത് ഒരു പാഷനാണ്. മനസ്സിലായില്ലേ? മാത്രമല്ല സാമ്പത്തികമായിട്ട് ഇത്രമാത്രം ചെലവഴിക്കുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാലും ദിസ് ഇസ് ദ ഒൺലി. ഇപ്പോൾ ഈ ഗോത്രങ്ങൾക്ക് ബൈബിൾ നൽകുക, ഹൗ മച്ച് ഓഫ് ഇപ്പോൾ അതൊക്കെ ഈ എളിയ ശുശ്രൂഷ അംഗങ്ങളാണ്. ചെറിയ ശുശ്രൂഷയാണ്. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വലിയ മൈക്ക് കെട്ടി മൈതാന പ്രസംഗം നടന്ന 10,000 കണക്കുള്ള ശുശ്രൂഷ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നത് 10, 200, 250 പേരാണ്. അങ്ങേയറ്റം 1000 പേര് എല്ലായിടത്തും. പക്ഷേ അതിൽ കൂടുതൽ വരാറില്ല, 900, 800. പക്ഷേ അവരൊക്കെ കാതലായ ദൈവിക ദർശനമാണ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പറയുകയല്ല, അനുഭവിച്ചാണ് പ്രവർത്തിക്കുക. അപ്പോൾ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളീ കാണുന്നതൊക്കെയും. അവരുടെ പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും അവരുടേതായിട്ടുള്ള സഹായങ്ങൾ ഇതിനകത്ത് വളരെയേറെയുണ്ട്. റൈറ്റ്? യാ. ഇനി നമുക്ക് ടോട്ടൽ മാർക്സിന് പോകാം. യെസ്, ദ ചീഫ് സ്കോർ കീപ്പർ മിസ്സസ് രാജീവ് വിൽ അനൗൺസ് ദ winners and the marks. Yes. First prize goes to Mrs. Jolie Jayakumar with 19 marks. Jolie Jayakumar gets 19 marks. Very good. Mr. Roshi Thomas 16. Mr. Roshi Thomas gets 16 marks. Mr. John Zachariah 14.5. 14.5. Consolation. Right. I'll give the prizes now. ഗിലെയാദിൽ നിന്ന് നാം നാളെ സിയോനിലേക്ക് പോവുകയാണ്. നിങ്ങളെവിടെയായിരുന്നാലും ഇതിൻ്റെ നല്ല ഓർമ്മകൾ കർത്താവിനെ അനേകർ കാണിച്ചു കൊടുക്കുവാൻ മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.